റീജു എന്താ ഫാൻ കാണിക്കുന്നേ? എടി എന്നെ കാണണ്ടെന്ന് ചോദിച്ചിട്ടാ. ഗുഡ് മോർണിംഗ് ട്ടാ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്നെ എല്ലാം കണ്ടിട്ട് പഠിച്ചാ? പഠിച്ചോന്ന് ചോദിച്ചാല് ഇല്ല. ഒന്നും പഠിച്ചിട്ടില്ല. അത് മാത്രം ചോദിക്കരുത്. ഇന്നത്തെ പ്രയർ ഇതെല്ലാം ആയാ? ഗുഡ് മോർണിംഗ്. ഇന്ന് അശ്വതി മാമാണ്. ആന്നല്ലേ പറയുന്ന കേട്ടല്ലേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോനെ. ഗുഡ് മോർണിംഗ്. നീ ടീച്ചറാകാൻ പഠിക്കാൻ വന്നിയാ? പേരെന്താ അവന്റെ? കിച്ചുമോന്റെ പേര് പറ. അർപ്പത് കൃഷ്ണ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? നല്ല പേരിട്ടാ. ക്ലാസ്സിലല്ലെന്ന് പറഞ്ഞു. ആശാമ്പള്ളി. എന്ത്? ആശാമ്പള്ളി. ആശാമ്പള്ളി. ഇന്ന് സ്കൂളിൽ പോയില്ല? സ്കൂളല്ല, ആശാമ്പള്ളി. മറ്റേ വീട്ടിലിരുത്തി പഠിപ്പിക്കത്തില്ലേ? ഓ അങ്ങനെ. ഇന്ന് പനി ആയോണ്ട് വിട്ടില്ല അല്ലേ ചേച്ചു? നിങ്ങളെ നാട്ടിൽ അങ്ങനെയുണ്ട്? അംഗനവാടിയില്ല? അംഗനവാടി ഉണ്ട്. അപ്പൊ അവിടെ അക്ഷരം ഒന്നും പഠിപ്പിക്കത്തില്ല, കളി മാത്രമേ ഉള്ളൂ. അപ്പൊ ആശാമ്പള്ളി വിടുവാണെങ്കിൽ അക്ഷരങ്ങളൊക്കെ പഠിക്കും. അങ്ങനെ. നമ്മളെ നാട്ടിലൊന്നും പക്ഷെ അങ്ങനത്തതില്ല. ഇല്ല. ഇവിടെ ഒരു വീട്ടിലാണെ ഒരു അമ്മയുണ്ട്. ആ അമ്മ കുഞ്ഞു പിള്ളേരെ എല്ലാം പഠിപ്പിക്കാനിരിക്കും. ആശാട്ടിന്ന് വിളിക്കും ഞങ്ങൾ. അവര് ഫുൾ അക്ഷരം ABCD, മലയാളം അക്ഷരം 1 2 3 എല്ലാം പഠിപ്പിക്കും. അപ്പം കുഞ്ഞിനെ LKG വിട്ടിട്ടില്ല. LKG അവരെ അവിടെ അടുത്ത് വിട്ടിട്ട്, അപ്പൊ LKGയിലെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ആകുമ്പോ UKGയിലോട്ട് വിടാന്ന് വെച്ച്. ഫീ ഒക്കെ എങ്ങനെ? 500 രൂപ മാസം. ട്യൂഷൻ ഫീസ് പോലെ അല്ലേ? അത് തന്നെ. അപ്പൊ എങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഞ്ഞിനെ അവിടെ ഇരുത്തുവാ? 10 മണി തൊട്ട് 3 മണി വരെ. അപ്പൊ രാവിലത്തെ രാവിലത്തെ ബ്രേക്ക് കൊണ്ടുവിടാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ഇല്ലേ, അതിലെന്തെങ്കിലും രാവിലെ 11 മണിയാകുമ്പോ കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറും എന്തെങ്കിലും കറികളും, അത്രയും. എന്ന് വെച്ചാൽ തന്നെത്താനെ കഴുകാനും ഒക്കെ അവര് പഠിപ്പിക്കും. പാത്രം തന്നെത്താനെ കഴുകാന്. ചോറ് അവിടെ ഉണ്ടോ? കൊണ്ടുപോകണോ? അങ്ങനെ അല്ല, നമ്മള് കൊണ്ടുപോകണം. ഇന്ന് ആരൊക്കെയുടെ ക്ലാസ് എടുക്കാനുള്ള? കേട്ടില്ലേ? ഇന്ന് ആരൊക്കെ ക്ലാസ്? പഠിത്തക്കാരും പറയുമ്പോ മാത്രം ആരും മറുപടി പറയത്തില്ല. നല്ല കുട്ടികളല്ലേ? പഠിക്കേണ്ട കാര്യം അതെ, പറഞ്ഞാല് എന്തേലും കുടുംബശ്രീക്കാരും പറഞ്ഞു ഇപ്പൊ പളവളവളാന്ന് സംസാരിക്കാറ്. അതെ. ഇത് നമ്മളെ മക്കളെ വെറുതെ പറയുന്നതാ. അവര് ഇങ്ങനെ തന്നെയല്ലേ, പഠിക്കടാന്ന് പറഞ്ഞാ പിന്നെ നോക്കണ്ട. അതുവരെ ഒച്ചപ്പാടായിരിക്കും. ക്ലാസ് എടുക്കുന്നവരെല്ലാം സുന്ദരിമാരായിട്ടുണ്ടാ? ഡ്രസ്സിൽ റീജും പിന്നെ ആരാ? ഒരാളൂടെ ഉണ്ടല്ലോ. ഞാനുണ്ട്. രണ്ടുപേരും സുന്ദരിമാരായിട്ട് നിക്കുവാന്ന് തോന്നുന്നു. ഗ്രൂപ്പിൽ ഒന്ന് ക്ലാസ് എടുത്ത് നോക്കാൻ ആറ് പേരെയായിട്ടായിട്ടും തിരിച്ചിട്ടില്ലേ? പിന്നെന്താ ആകെ 2 ആളെ റിപ്പോർട്ട് ചെയ്തത്? ഞാനും തോന്നുന്നു. നാളെ ഞാൻ ഉണ്ടാവൂല. നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോണേന്ന്. ഇന്ന് മിസ് വരും എന്ന് പറഞ്ഞാൽ അത് മാറ്റി വെച്ചായിരുന്നു. ഇന്നത് ജിഷാമിസാണ്. ആകെ വിഷമായോ എന്നെ കണ്ടിട്ട്? നിങ്ങൾ ആകെ ഡൗൺ ആയി പോയെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്.
അശ്വതി മിസ്സിനെ പ്രതീക്ഷിക്കുമായിരുന്നല്ലേ? എന്തോ ആക്ടിവിറ്റി എന്തോ മാം തന്നിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ക്ലാസ് എടുക്കാൻ ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ല, ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിന് വേണ്ടി വീഡിയോ ഓൺ ആക്കി ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കൂടുതൽ സുന്ദരിമാരായിട്ടിരിക്കുന്നത്. സുന്ദരിമാരാണ് കൂടുതൽ സുന്ദരികളായിട്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, അത് തന്നെ. മാം ഫ്രീ ആണെങ്കിൽ മാം വിളിക്കണോ? പ്രിപ്പയർ ആയതുകൊണ്ട് അയ്യോ വേണ്ട മിസ്സേ. ചോദിച്ചോ കേട്ടോ. വേണ്ട വേണ്ട. മിസ് രക്ഷപ്പെടുത്തുക ചെയ്തേ വന്നിട്ട്. മിസ് രക്ഷിക്കുക ചെയ്തേ വന്നിട്ട്. അങ്ങനെ പറയുവാണ്. അതെ. മിസ്സിനെ കണ്ടത് സമാധാനായി. താങ്ക് യു മിസ്. മിസ് വിചാരിച്ചു ഞാൻ ഇന്ന് ലീവാണ്, അതുകൊണ്ട് ആണ് നിങ്ങളുടെ അടുത്ത പ്രീവിയസ് ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞത്. ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. എല്ലാരും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. ഇത് വേണമെങ്കിൽ മാമിനെ വിളിക്കാം. ടീച്ചർ ഫ്രീ ആണെങ്കിൽ ടീച്ചർ വേറെ ഏതെങ്കിലും ക്ലാസ്സിന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. വേണ്ട മാം. അപ്പൊ ലേറ്റ് ആയപ്പോ വിചാരിക്കണമായിരുന്നു ഞാൻ തന്നെയായിരുന്നു. പ്രേയർ എല്ലാം കഴിഞ്ഞോ? പ്രേയർ കഴിഞ്ഞോ? ഇല്ല, ഒന്നും കഴിഞ്ഞില്ല. പ്ലീസ്. പ്രേയർ ചെയ്തോളൂ. പ്രയർ എന്നാലും ഞാൻ ചൊല്ലാം മാം, ആരും കാണുന്നില്ല. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ പ്രിപ്പയർ ചെയ്ത ഇതാണടാ. അഖിലാണ്ട മണ്ഡല മണിച്ചോരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള രക്ഷങ്ങൾ അണിയിച്ചു നിർത്തി അഖില ദുരിതങ്ങൾ കൂത്താടുമുലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടിക്കു കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദിനായക തവ തീരു മുൻപിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാതി കൃഷ്ണകള ആകവേ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോക പെരുമാനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി. താങ്ക് യു. തോട്ട് ഫോർ ടുഡേ ഞാൻ പറയാം. ഞാൻ ബൈബിളിലെ ഒരു കോഴ്സാണ് പറയുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിൽക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗുഡ് മോർണിംഗ് മാം. ഹാവ് എ ഗുഡ് ഡേ. എന്തെങ്കിലും ഉണ്ടോ? ഈ അഖിലാണ്ട മണ്ഡലം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ഞാനിവിടെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് മൈക്ക് സ്കൂളുകളിൽ ആയി വന്നിട്ടില്ല. ആ ഒരു ടൈമില് എല്ലാവരും ഭയങ്കര ഉറക്കെ ആ നാട് മുഴുവൻ കേൾക്കുന്ന പോലെ വലിയ അലറി ആണ് ഈ ഒരു പ്രേയർ പറഞ്ഞിരുന്നത്. അതൊക്കെ ഇങ്ങനെ മിക്ക സ്കൂളുകളിലും അതാണ് കേട്ടോണ്ടിരുന്നത്. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു. ഞാൻ മൈക്കൊക്കെ ഞങ്ങള് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്റെ സ്കൂളിൽ സ്ഥിരം ഇതായിരുന്നു, മോർണിംഗ് പ്രേയർ പാർട്ടി ഇതായിരുന്നു. ഓക്കെ, സോ നമ്മൾ എവിടെ വരെയായിരുന്നു? നിങ്ങൾക്ക് റെക്കോർഡ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി? നിങ്ങൾ റെക്കോർഡൊക്കെ കുഴപ്പമില്ലാണ്ട് പ്രശ്നമുണ്ടോ? ടെൻഷൻ ഉണ്ടോ? കാരണം എന്നോട് ഇപ്പൊ കഴിയാൻ പോകുന്ന ഒരു ബാച്ചിലെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. അത് റെക്കോർഡ് ഒന്നും എഴുതിയില്ല. അപ്പൊ ഞാൻ അത് പ്രിന്റ് എടുത്തിട്ട് വെച്ചാ മതിയോ എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്ക് ക്ലാസ് ഒന്നും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ നിന്ന് പ്രിന്റ് എടുക്കുമെന്ന് ചോദിച്ചു. ആ ടോപ്പിക്കിനനുസരിച്ച് ഗൂഗിളിൽ നിന്ന് മാറ്റർ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതിയ റെക്കോർഡിന്റെ
കോപ്പി എടുത്ത് അങ്ങനെ ഞാൻ സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്ലാസ് കാണാത്തതിന്റെയാണ്, നമ്മൾ അങ്ങനെയല്ല റെക്കോർഡ് എഴുതേണ്ടത്. ആദ്യത്തെ 4 റെക്കോർഡ് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ, നമ്മുടെ ഒരു കാലിബർ, നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡാണ്. മറ്റേ ലാസ്റ്റ് വൺ നമ്മൾ കോപ്പി ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. കാരണം കോഴ്സ് തീരാറുമായി, മീൻസ് അവരുടെ ബാച്ചിന്റെ എല്ലാം തീരാറായി, ഫൈനൽ എക്സാമിലേക്ക് അടുക്കുന്നു, വൈവ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ചോദിക്കൂ. നമ്മൾ ഇതില് ഫസ്റ്റ് റെക്കോർഡില് ഫിഷസ് ഉണ്ടല്ലോ, വെജിറ്റബിൾസ്, ഫിഷസ്, ഫ്ലവേഴ്സ്, അങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ടല്ലോ. അതായത് ഫസ്റ്റ് റെക്കോർഡിന് കുറെ പിക്ചേഴ്സ്, അത്ര എനിക്ക് മനസ്സിലായി. വോയിസ് ക്ലിയർ ആവുന്നില്ലായിരുന്നു, പറഞ്ഞു. ഇപ്പോഴാ മിസ്സേ? കേക്കാമോ? മിസ് ആൻസിക്ക് കേൾക്കാമോ? അവിടെ ആൻസി ഒന്നൊന്ന് അവിടെ തിരിഞ്ഞിരിക്കും. ഇതെന്താ, അതിനെന്താ കുഴപ്പമില്ല. അത് നമ്മൾ മേടിച്ചാണ് ഒട്ടിച്ചത്. അപ്പോഴത്തേക്ക് അത് കുഴപ്പമുണ്ട്. അത് നമ്മൾ വരച്ചില്ല, പിക്ചേഴ്സ് ഒക്കെ കടയിൽ നിന്ന് മേടിച്ചാണ് ഒട്ടിച്ചത്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ, പിക്ചേഴ്സ് എല്ലാം നമ്മൾ മേടിച്ചിട്ടാണ്. ഇല്ല, നമുക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക്, വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാം, അല്ലാത്തവർക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. അത് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് തന്ന റെക്കോർഡ് ഡീറ്റെയിൽസിലും അത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങൾക്ക് വരയ്ക്കാം, കട്ട് ചെയ്ത് എവിടെന്നെങ്കിലും പിക്ചർ കളക്ട് ചെയ്ത് കട്ട് ചെയ്ത് അത് ഒട്ടിക്കാം. അല്ലാതെ നമുക്ക് ഇത് മുഴുവനും ചില കുട്ടികൾ വരയ്ക്കാൻ അവർക്ക് അറിയാം, ഇഷ്ടമാണ്. അപ്പൊ അവര് ചോദിച്ചു വരച്ചോട്ടെ എന്ന് ചോദിച്ചു. യെസ്, നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡിനെ എത്രത്തോളം മനോഹരമാക്കാമോ, എത്രത്തോളം വ്യത്യസ്തമാക്കാമോ, അതാണ് അതിലേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ വേറൊന്നുകൂടി ഞാൻ പറയാം. ഇത് കമ്പൽസറി ആയിട്ട് ഇതിൽ സൈൻ വാങ്ങണം, കൊണ്ടുവന്ന് കാണിക്കണം, അങ്ങനെയും നമ്മൾ പറയുന്നില്ല. കാരണം കുട്ടികളെല്ലാം പല ഭാഗങ്ങളിലുള്ളവരാണ്. എല്ലാവർക്കും നമ്മുടെ പറവൂർ എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തും ബോധർ ചെയ്യേണ്ട. കുട്ടികൾ തന്നെ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ സൈനും സീലും വെച്ചു കൊടുക്കുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തപ്പോൾ അതിനൊരു വാല്യൂ വേണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവരും എന്നും പറഞ്ഞ് പ്രാക്ടിക്കൽ സെഷൻ നേരിട്ട് ചെയ്യാൻ വരുമ്പോൾ അവർ കൊണ്ടുവന്ന് സൈനും വാങ്ങി പോവാറുണ്ട്. അതും നമ്മൾ കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടില്ല, കാരണം ഓൺലൈൻ ക്ലാസ് ആയിട്ടുണ്ട്. യെസ് പ്ലീസ്. കൊറിയർ ഇതാക്കുന്നില്ലേ? കൊറിയർ അയച്ച് ഇപ്പൊ നമുക്ക് റെക്കോർഡ് ബുക്കെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊറിയർ അല്ലേ അയച്ചു തരുന്നേ. അപ്പൊ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊറിയർ അയച്ചു കഴിഞ്ഞാല് ഈ ഇത് മിസ് പറഞ്ഞ പോലെ സ്റ്റാമ്പും സീലൊക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചയച്ചു തരുമോ? ഇല്ല, വീണ്ടും കൊറിയർ ചെയ്യണം അല്ലേ? അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സജഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചെന്നാൽ മാത്രമാണ് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയുള്ളൂ. ഞാൻ ഇങ്ങനെ ചോദിച്ചു നോക്കാം. നമ്മളിത് മാൻഡേറ്ററി ആയിട്ട് പറയാത്തോണ്ട് എക്സ്പെൻസ് നമ്മൾ എടുത്താൽ മതിയല്ലോ. കാരണം നമുക്കൊക്കെ ഇവിടുന്ന് അവിടെ എത്തുകയെന്ന് പറഞ്ഞാല് ഇമ്പോസിബിളാ. എന്താന്ന് വെച്ചാ ഇപ്പൊ പിന്നെ നമുക്ക് ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കോളേജിന്റെ സീലും സൈനൊക്കെ ഉണ്ടല്ലോ, കിട്ടിയല്ലോ, നമുക്ക് അതൊരു സന്തോഷല്ലേ. അതുകൊണ്ട് ചോദിച്ചേ. ഓക്കെ, നിങ്ങൾക്ക് ഈ കൊറിയർ ആയിട്ട് റെക്കോർഡ് ഇപ്പൊ കുറെ പേര് വാങ്ങിച്ചല്ലോ, അത് നല്ല രീതിയിൽ തന്നെയാണോ എത്തിയേക്കുന്നത്? കാരണം ഇതൊക്കെ എടുത്ത് ഇങ്ങനെ എറിയുമല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാട്ടോ. എന്റേത് നല്ല ഫിനിഷിംഗ് ആയിസോ, ഒന്നും പ്രോബ്ലം ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് എടുത്തെറിയുന്നതിന് മടങ്ങുമോ ചുളുങ്ങുമോ, പിന്നെ മഴക്കാലം ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഉള്ളൂ എന്റെ കൺസേൺ. ചുളുങ്ങിയതായിട്ടുണ്ട് സൈഡിലൊക്കെ. അത് ഇവര് എടുത്തെറിയും, അല്ലാണ്ട് നമ്മുടെ റെക്കോർഡാന്ന് പറഞ്ഞ് സൂക്ഷിച്ച് ഇവര് കൊണ്ടുപോകാൻ ചാൻസ് ഒട്ടുമില്ല. ഇവര് കിട്ടുന്ന ബണ്ടിലൊക്കെ എടുത്തെറിയുവാണ്. പിന്നെ ഇതിപ്പോ പുതിയ റെക്കോർഡ് നിങ്ങൾക്ക് അയക്കുമ്പോൾ അതിനൊരു ചെറിയൊരു ഡിഫോമിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം വാങ്ങുമെന്ന് വിചാരിക്കാം. നമ്മൾ എഴുതിയതിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഈ കൊറിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം ഇവിടെ എത്തി, വീണ്ടും സൈൻ ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും അതിന്റെ രൂപം മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത്രയേ ഉള്ളൂ, വേറൊന്നും. മഴക്കാലമൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട, നല്ല പണിയായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിക്കൂ, അതിനനുസരിച്ച് ചെയ്യാം. ആരൊക്കെ പറഞ്ഞായിരുന്നു അവർക്ക് കിട്ടിയ റെക്കോർഡ് ബുക്ക് ഇങ്ങനെ കുറച്ച് കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ കേട്ടായിരുന്നു. കാരണം ഇവിടെ നിന്നെല്ലാം നല്ല ഫിനിഷ്ഡ് ആയിട്ട് അവിടെ അട്ടിയട്ടിയിരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്.
ഇവിടെ നിന്ന് കൊറിയർ അയക്കുന്നു. ഈ കൊറിയർ ഏജൻസി അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന്റെ പുറത്ത് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കണം. എന്നാലും എത്രത്തോളം ശ്രദ്ധിക്കും, എടുത്തു വെച്ച് നോക്കിയിട്ടൊന്നുമല്ലല്ലോ. ഇങ്ങനെ അവിടെ 2-3 പേര് ഇരിക്കും, എടുത്ത ഒരാളുടേക്ക് എറിയും, അടുത്ത ആൾ അടുത്ത ഭാഗത്തേക്ക് എറിയും, അങ്ങനെയൊക്കെ ആയിരിക്കും. കുറെ ഉണ്ടല്ലോ, ബണ്ടിലായിട്ടല്ലേ വരുന്നത്, നമ്മുടെ മാത്രമായിരിക്കില്ലല്ലോ സാധനങ്ങൾ. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിക്കൂ. പിന്നെ ചില കുട്ടികൾ കോൺവെക്കേഷന് വരുമ്പോൾ കൊണ്ടുവന്ന സൈൻ ചെയ്ത് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു സൈൻ ചെയ്ത് കിട്ടും, പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞിട്ടേ അത് തരാൻ പറ്റുള്ളൂ. ചിലര് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ ദൂരെയാണെങ്കിൽ വേഗം പോകാനായിട്ട് ധൃതി പിടിക്കുമ്പോൾ നമുക്ക് ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങി വന്ന് സൈൻ ചെയ്യാൻ പാടായിരിക്കും. 5th റെക്കോർഡ് പ്രിന്റഡ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി 600ഓളം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ബൈൻഡ് മുഴുവൻ ഇളക്കണം. അപ്പൊ ആ 600 റെക്കോർഡ് വന്ന് സെയിലായി പോയതിനു ശേഷം അടുത്ത ബാച്ചിന് പ്രിന്റ് എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിപ്പം 600 പോണമല്ലോ, എന്നാലേ പറ്റുള്ളൂ. അപ്പോ QR കോഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഒരു ഡൗട്ട് കൂടെ എന്ന് വെച്ചാല് നമ്മള് കോൺവെക്കേഷൻ അല്ലാതെ പ്രാക്ടിക്കൽ ഒക്കെ അവിടെ വന്ന് ചെയ്യാൻ പറ്റുമെന്ന് മാം പറഞ്ഞില്ലായിരുന്നു. ആ സമയത്ത് നമ്മുടെ റെക്കോർഡ് എല്ലാം കഴിയുവാണെങ്കിൽ നമുക്ക് ഒപ്പിട്ട് തരാൻ പറ്റുമായിരിക്കുമോ? പറ്റും. മിക്ക കുട്ടികളും അതാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കും അതാണ് ഏറ്റവും സൗകര്യം, വേറൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അല്ല, നമ്മൾക്ക് മാമിന്റെ സൗകര്യത്തിന് നമുക്കെല്ലാം ചെയ്യാമല്ലോ. പ്രാക്ടിക്കൽ ആവുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം കഴിയുമെന്ന് തോന്നുന്നു. നമ്മുടെ ഒട്ടുമിക്ക കാര്യങ്ങളും കഴിയുമെന്ന് തോന്നുന്നു. ഈ രീതിയിൽ നിങ്ങളെന്നെ ഷെഡ്യൂൾ ചെയ്ത് പോവുകയാണെങ്കിൽ പ്രാക്ടിക്കൽ സമയം ആവുമ്പോഴേക്കും നിങ്ങളുടെ റെക്കോർഡ് എല്ലാം ഫിനിഷ് ആകും. അപ്പൊ നമുക്ക് സമയത്തിന് തിരിച്ച് വീട്ടിലോട്ട് പോകാനും പറ്റും. അതെ. അതെ. കോൺവെക്കേഷൻ എന്ന് പറയുമ്പോൾ വേറൊരു പ്ലാറ്റ്ഫോം അല്ലേ. നമുക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ നമുക്ക് ഒരാളുടെ കഴിയുമ്പോൾ ഓടി വന്നിരുന്ന് റെക്കോർഡ് സൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ പ്രാക്ടിക്കൽ അതൊരു ഐഡിയൽ ടൈം തന്നെയാണ് റെക്കോർഡ് ബുക്കുകൾ സൈൻ ചെയ്യാനുള്ളത്. അപ്പൊ കുട്ടികൾ റെക്കോർഡ് ബുക്കും കൊണ്ടുവരും, അസൈൻമെന്റ് എഴുതിയതും കൊണ്ടുവരും, പിന്നെ സർവേ റിപ്പോർട്ട് അതും കൊണ്ടുവരും. അതിലൊക്കെ സൈൻ ചെയ്യും. ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്ത ഒന്നും കൊണ്ടുവരണ്ട. അത് പറയും പ്രാക്ടിക്കൽ സെഷൻ ആകുമ്പോഴേക്കും. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ നിങ്ങളുടെ ഒരു ടൈം പറയാം. നിങ്ങൾ 18 ബാച്ച് അല്ലേ, ഞാൻ ഒരു ഉദ്ദേശ ടൈം ആട്ടോ പറയുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ മുന്നിലേക്കായിരിക്കും പോവുക, ചിലപ്പോൾ അതിനേക്കാൾ പിന്നിലേക്ക് അങ്ങനെ വരാം. നമ്മൾക്കിപ്പോ ഫെബ്രുവരി മിഡ് തുടങ്ങിയിട്ട് മാർച്ച് 20-ാം തീയതി വരെയും നോമ്പും പെരുന്നാളിന്റെ ആ ഒരു സമയമാണല്ലോ, പുണ്യ സമയമാണല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് പ്രാക്ടിക്കൽ സെഷനും ഇല്ല, കോൺവെക്കേഷനും ഇല്ല, ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ. പിന്നെ എക്സാംസ് ഉണ്ടെങ്കിൽ അത് നടക്കും. മറ്റേ യാത്ര ചെയ്ത് വരേണ്ടതായിട്ടുള്ള ഈ 2 പ്രോഗ്രാമും നമ്മൾ ആ സമയത്ത് ഓർഗനൈസ് ചെയ്യില്ല. അപ്പോ നോമ്പിന് മുമ്പുള്ള സമയത്ത് 14ന്റെ പ്രാക്ടിക്കൽ സെഷനാണ് ലാസ്റ്റ് കഴിയുന്നത്. അപ്പൊ പിന്നെ 15 കഴിയണം, 16 കഴിയണം. മാർച്ച് 20-ാം തീയതി കഴിയുമ്പോൾ വേണം 15ന്റെ നടത്താൻ, 16ന്റെ നടത്താൻ, 17ന്റെ നടത്താൻ. മാർച്ച്, ഏപ്രിൽ, മെയ്യില് നിങ്ങളുടെ പ്രതീക്ഷിക്കാം, മെയ് അല്ലെങ്കിൽ ജൂൺ പ്രാക്ടിക്കൽ സെഷൻ. അപ്പൊ അതിനനുസരിച്ച് ഒന്ന് മെയ്യിലെന്ന് വിചാരിച്ച് തന്നെ റെക്കോർഡ് ബുക്കുകൾ എഴുതി അങ്ങ് പോയാൽ മതി. ഇപ്പൊ സമാധാനമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ എല്ലാ വർക്കുകളും കഴിയും. അതായത് ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ചെയ്യുക, അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുക, സർവേ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യുക. റെക്കോർഡും ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്ത് പോകാം. റെക്കോർഡ് ബുക്ക് സൈൻ ചെയ്യുന്നതിനൊപ്പം വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ വൈവ പ്രാക്ടിക്കലിന് നേരിട്ട് വരുവാണെങ്കിൽ അറ്റൻഡ് ചെയ്ത് പോകാം. അപ്പൊ അതും കഴിയും. പിന്നെ തിയറി എക്സാമിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ റിലാക്സ്ഡ് ആകും. മനസ്സിലായോ? അല്ലെങ്കിൽ പരീക്ഷ ആവാറാകുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, വൈവയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ ആകെ നമുക്ക് ഒരിതാവും. വൈവയില് പ്രാക്ടിക്കൽ റിലേറ്റഡ് മാത്രമാണ് ചോദിക്കുന്നത്. നമ്മൾ ചെയ്ത അസൈൻമെന്റുകള്, നമ്മൾ ചെയ്ത റെക്കോർഡുകള്, നമ്മൾ ചെയ്തിട്ടുള്ള സർവേ, പിന്നെ നമ്മൾ ചെയ്ത ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അത്, പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ, ഇത്രയും കാര്യങ്ങളാണ് വൈവയിൽ ചോദിക്കുള്ളൂ. പിന്നെ PG-കാരോട് ഒരു സെമിനാർ, ഒരു ടോപ്പിക് അവർക്ക് അവരുടെ പോർഷനിൽ നിന്ന്, PG-യുടെ പോർഷനിൽ നിന്ന് എടുത്തിട്ട് ഒരു ടോപ്പിക് പ്രിപ്പയർ ചെയ്ത് സെമിനാർ 2 മിനിറ്റ് പ്രസന്റ് ചെയ്യണം വൈവയില്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും നിങ്ങളെ ചോദിച്ചു ബുദ്ധിമുട്ടിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് അതും കഴിഞ്ഞിട്ട് പോവാം പ്രാക്ടിക്കലിന് നേരിട്ട് വരുന്നവരെ. അപ്പം ദൂരെ ആണെങ്കിലും പറ്റാവുന്നവര് വരുമെന്നേ നമ്മൾ പറയുള്ളൂ. കാരണം അത്രയും മോണ്ടിസോറി മെറ്റീരിയൽ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ക്ലാരിറ്റി കിട്ടും. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയും മാറ്റം വരുന്നത് എന്നുള്ളത്. നമ്മൾ വീഡിയോ കാണുമ്പോൾ ശരിയാണ്, കുറെയൊക്കെ മനസ്സിലാകുമായിരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നേരിട്ട് തന്നെ പറ്റുന്നവരെ നേരിട്ട് വരും. വരാൻ പറ്റാത്തവര് സാരമൊന്നുമില്ല. അടുത്ത് എവിടെയെങ്കിലും ഒരു മോണ്ടിസോറി സ്കൂൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാം. അവിടെ ചെന്ന് റിക്വസ്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി അവരങ്ങോട്ട് വരാൻ തന്നെ പറയുള്ളൂ. ആകെ ഒരു കാര്യം പറയുള്ളൂ. നല്ലപോലെ മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്നവരാണെങ്കിൽ അവർ പറയും, കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്, നിങ്ങൾ വന്നു പോകുന്നത് ആ കുട്ടികൾ അറിയരുത്. ആ രീതിയിൽ വന്ന് നിങ്ങൾക്കെല്ലാം കണ്ട്
തൊട്ട് നോക്കി ചെയ്ത് നോക്കിയൊക്കെ പോകും. അങ്ങനെ പെർമിറ്റ് ചെയ്ത മോണ്ടിസോറി സ്കൂളിനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളൂ, അല്ലാതെ ആരും ഒന്നും പറയില്ല. പിന്നെ ചില കുട്ടികൾ വേറൊരു കാര്യം ചെയ്തു, പേയ്മെന്റ് കൊടുത്തിട്ട്, അതായത് മാസം ചിലപ്പോൾ 3000, 2000 ഒക്കെ പേയ്മെന്റ് കൊടുത്ത് മോണ്ടിസോറി സ്കൂളിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്തു മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച്. അപ്പൊ ചിലവര് പറഞ്ഞു, മാം എനിക്ക് അത്രയും പേയ്മെന്റ് കൊടുത്തു എന്ന് വെച്ചാൽ എനിക്കത് നഷ്ടമായിട്ട് തോന്നുന്നില്ല, എനിക്ക് ആ സ്കൂളിന്റെ കാര്യങ്ങൾ മനസ്സിലായി, മെറ്റീരിയൽസിന്റെ കാര്യങ്ങളും എല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. കാരണം അവർ ആ ഫീൽഡിൽ തന്നെ മുന്നോട്ട് പോകാനായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് നഷ്ടമായിട്ട് അവര് വിചാരിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അങ്ങനെയും പോയ കുട്ടികളുണ്ട്. എന്തെങ്കിലും സംശയം ചോദിക്കും. ഈ എക്സ്ക്യൂസ് മാം, അപ്പൊ എവിടെയൊക്കെയാണ് ഈ മോണ്ടിസറി സ്കൂൾ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഓരോ ജില്ലയിലും ഓരോ ഡിസ്ട്രിക്റ്റിലൊക്കെ എവിടെയാണ് ലിസ്റ്റ് വല്ലതും ഉണ്ടോ? ലിസ്റ്റ് ആയിട്ട് എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ലിസ്റ്റ്. തലശ്ശേരിയിലുണ്ട് മിസ്. എവിടെയുണ്ട്? തലശ്ശേരിയിലുണ്ട്. എവിടെയാ? തലശ്ശേരി. തലശ്ശേരി ഉണ്ട്. ഇപ്പൊ മിക്കയിടത്തും ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ഉണ്ട്, അമ്പലപ്പുഴയെന്ന് പറയും. ഓക്കെ. ഇൻഷിയുടെ വീട് എവിടെയാ? ഞാനിപ്പോ തിരുവനന്തപുരം. അവിടെ കാണും എന്തായാലും, കാരണം ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, അതിനടുത്ത് മോണ്ടിസോറി സ്കൂൾ എന്തായാലും കാണും. അവരെ കുട്ടികളെ അവിടെ ചേർക്കുള്ളൂ. പിന്നെ ട്രിവാൻഡ്രത്ത് 8th ബാച്ചിൽ ഒരു രേഷ്മ ഉണ്ടായിരുന്നു. രേഷ്മ അവിടെ ഒരു മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് സ്കൂളാന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ മോണ്ടിസോറി സ്കൂളും ഉണ്ട്, പിന്നെ ഇതുപോലെ പഠിപ്പിക്കുന്നതും ഉണ്ട്. ഞാനിപ്പോ ഓൺലൈൻ അയച്ചു തരില്ല ഇത്, പക്ഷെ ഇത് കോളേജ് ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഓക്കെ, സോ നമുക്ക് ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ എവിടം വരെ എത്തി നിൽക്കുവാണ്? പുറയിലാണ്. പേജ് നമ്പർ 5 ആണെന്ന് തോന്നുന്നു, അല്ല 7 ആണ്. ഏത് ടോപ്പിക്കാ? 8 ആണെന്ന് തോന്നുന്നു ഇനി എടുക്കണ്ടേ. എനിക്കറിയില്ല, കൺഫേം ഇല്ല. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഏതാ പേജ് നമ്പർ പറഞ്ഞേ? 25. അല്ല 23 കേട്ടാ, 25 അല്ല. ഇതിലെവിടം വരെയായി? നെക്സ്റ്റ് ഇതാണ് മാം, നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾസ്. ഓക്കെ, ഫൈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ക്ലാസ് റീഡ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ആരെങ്കിലും റെഡിയാണോ ക്ലാസ് എടുക്കാൻ? ഇന്ന് അശ്വതി മിസ്സിന്റെ പേര് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുക്കാൻ റെഡിയായി വന്നല്ലേ, അപ്പൊ ഇത് എടുക്കാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴാ ബുക്ക് എടുത്തു. ഓക്കെ, ഞാനാന്ന് അറിഞ്ഞപ്പോഴേ ഓടിപ്പോയി ബുക്ക് എടുത്തേരെ. ഓക്കെ, ഇനിയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അങ്ങനെ ലീഡ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് ആണല്ലോ. അപ്പോ ലീഡ് ചെയ്യാം, ഗ്രൂപ്പായിട്ട് ലീഡ് ചെയ്യാം. ഒരാളെ ഒരു കാര്യം പറയുമ്പോൾ വേറൊരാൾക്ക്, നമ്മൾ സെമിനാറൊക്കെ എടുക്കാറില്ലേ നമ്മൾ ഗ്രൂപ്പായിട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ഞാൻ പറയുന്നേക്കാളും വൈഡായിട്ട് കാര്യങ്ങൾ പോകും. നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും, പല ഇൻസിഡൻസുമായിട്ട് കണക്ട് ചെയ്യും, അങ്ങനെ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, എനിവേ, സ്കൂളുകളിൽ മെന്റൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് നമ്മൾക്കറിയാം. നമ്മളുടെ കുഞ്ഞുങ്ങള് ഒരു എൻവിയോൺമെന്റിന്റെ 3 ഏരിയയിലൂടെ കടന്നു പോകുന്നു. ഒരു അഡോളസൻസ്, ഒരു കൗമാര പ്രായത്തിലുള്ള കുട്ടികളുടെ ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുട്ടികളോട് സംസാരിച്ചപ്പോ പല കുട്ടികളും, ഇപ്പൊ കുട്ടികളെല്ലാം ഓപ്പണായിട്ട് തുറന്നു പറയും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ. അത് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പുറത്ത് വേറെ എവിടെയെങ്കിലും ഇടങ്ങളിലാണെങ്കിലും അവരത് പറയും. ട്യൂഷൻ ക്ലാസ്സുകളിലാണെങ്കിലും ശരി, ഫ്രണ്ട്സിന്റെ ഇടയ്ക്കാണെങ്കിലും ശരി, അവരത് പറയും. അപ്പൊ അങ്ങനെ കുട്ടികൾ പറയുന്നത്, ഞങ്ങൾ ഇമോഷണലി ഓർഫൻസ് ആണ്. പാരന്റ്സ് പറയില്ലേ, ഒരു കണക്ക് ഇങ്ങനെ വരും, പറയും,
ഞങ്ങൾ എന്തെല്ലാം അവന് അല്ലെങ്കിൽ അവൾക്ക് പ്രൊവൈഡ് ചെയ്തു, പറയുന്നതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ഒരു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ഒരു പക്ഷേ ആ പ്രായത്തിൽ കിട്ടേണ്ടത് ചിലപ്പോൾ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെ? നമുക്കറിയാം ഭക്ഷണം എല്ലാരും പാരന്റ്സ് എല്ലാരും കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്ക് ഭയങ്കര ഭക്ഷണം കുത്തിക്കയറ്റി കൊടുക്കും, അതുപോലെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അവരുടെ മാനസിക വളർച്ചയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അത് പ്രൊവൈഡ് ചെയ്യാൻ എപ്പോഴും തിരക്ക്. എനിക്ക് അവൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റുമോ, എനിക്ക് ഭയങ്കര തിരക്കല്ലേ, അവൻ വലിയ കുട്ടിയായില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു ഇത്. അപ്പൊ കുട്ടികൾ പറയുന്നത് ഞങ്ങൾ മെന്റലി ഇമോഷണലി ഞങ്ങൾ ഓർഫൻസ് ആണ്, ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല. ഇമോഷണലി ഓർഫൻസ്, വൈകാരികപരമായി അനാഥാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചൊക്കെ. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? നമുക്കും ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെ ഒരു കാലഘട്ടം. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്ന പോലെ നമ്മളത് ഭയങ്കരമായി ചിന്തിച്ച് നമ്മളുടെ റൈറ്റ് ആണ് അതൊന്ന് ചിന്തിച്ച് എനിക്കത് വേണം, എനിക്കത് ആവശ്യമാണെന്നുള്ള ആ ഒന്നും നമ്മൾ ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ വളരെ പാവങ്ങളായിരുന്നു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ പോകും. കുട്ടികളോട് അഡ്ജസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, അവർക്ക് ആവശ്യമാണത്, അവർക്കറിയാം എന്താണ് അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർക്കറിയാം, അവർക്ക് കിട്ടണം എന്നുള്ളത് അവർക്കറിയാം. സോ ഞങ്ങള് ഇമോഷണലി അല്ലെങ്കിൽ ഇമോഷണലി ഓർഫൻസ് ആണെന്ന് കുട്ടികൾ പറയും. പണ്ട് നമ്മളോട് വീട്ടിലുള്ളവർ പറയും പ്രായമായവരെ ബഹുമാനിക്കണം, അവര് പറയുന്നത് കേൾക്കണം, അച്ഛനും അമ്മയാണ് തിരിച്ചൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആണ് തിരിച്ചൊന്നും പറയാൻ പാടില്ല, നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഒന്നും പറയരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയോ? മാതാപിതാ ഗുരുദൈവം എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മളും കേട്ടിട്ടുണ്ടല്ലേ, നമ്മുടെ ചെറുപ്പകാലത്തും കുഞ്ഞുങ്ങളും കേൾക്കുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ചും അധ്യാപക ദിനമൊക്കെ വരുമ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുന്നു. അപ്പൊ മാതാവിനാണ് പല രീതിയിൽ ആളുകൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കാണ് സ്ഥാനം, അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ, അത് കഴിഞ്ഞിട്ടാണ് ഗുരു, അത് കഴിഞ്ഞിട്ടാണ് ദൈവം എന്നുള്ളത്. ചിലർ ഇന്റർപ്രറ്റ് ചെയ്തു മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ തന്നെ കാണണം, എല്ലാവരും ഈക്വൽ ആണ്, അങ്ങനെ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തു. വാട്ട് എവർ ഇറ്റ് ബി, അവർക്ക് നല്ലൊരു റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു മെയിൻ ഇന്റർപ്രിട്ടേഷൻ. കുട്ടികൾ ചോദിക്കുന്നത് വൈകിട്ട് വീട്ടിൽ മദ്യപിച്ച് വന്ന് ഞങ്ങളെയും എന്റെ അമ്മയെയും ഉപദ്രവിക്കുന്ന പിതാവിനെ ഞങ്ങൾ എങ്ങനെ ദൈവത്തെ പോലെ കരുതണം? പാർഷ്യാലിറ്റി കാണിക്കുന്നത്, ബയസ്ഡ് ആയിട്ട് പെരുമാറുന്നത്, കുട്ടികളെ കമ്പയർ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്ന ഗുരുവിനെ ഞങ്ങൾ എങ്ങനെ ദൈവത്തെ പോലെ കരുതണം? അപ്പൊ നമ്മൾ അന്നൊക്കെ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ മനസ്സിലിട്ട്, ഓ എന്റെ ടീച്ചറാണ്, ഞാൻ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ അമ്മയാണ്, അച്ഛനാണ്, അങ്ങനെയുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഭയങ്കര ഒരു കാര്യമായിരിക്കും. പക്ഷെ കുട്ടികൾ ഇപ്പം അവര് ചോദ്യം ചെയ്യുവാണ്, ഇങ്ങനെയുള്ള വ്യക്തികളെ ഞങ്ങൾ എങ്ങനെ ദൈവത്തെ പോലെ കാണുന്നു? അങ്ങനെ കുട്ടികൾ ഇപ്പോഴത്തെ ജനറേഷൻ ഇസ് എ ആൽഫ. ആ ഒരു ജനറേഷനിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവർക്ക് നമ്മൾ ആ രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മക്കളായിട്ട് തന്നെയാണ് അവർ ഇറങ്ങുന്നത്. നമ്മൾ ആ രീതിയിൽ അവരെ നോക്കിക്ക് അവർ നമ്മളോട് വളരെ അടുത്ത് വരും. ഓക്കെ, നമ്മള് ക്ലാസ്സിൽ ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെ മക്കളുടെ അടുത്തെന്ന് വിചാരിച്ചു, അവരെ കേൾക്കുന്നു, അവരുടെ ഫീലിങ്സ് നമ്മൾ ഉൾക്കൊള്ളുന്നു. അമ്മയും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ് തുടങ്ങുന്നത് അങ്ങനെയാണ്. അല്ലാതെ അമ്മ ഒരു ഹയർ പൊസിഷന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ട് ഓർഡർ ചെയ്യുക, കമാൻഡ് ചെയ്യുക, അമ്മ അച്ഛനോ ആരെങ്കിലും ആയിക്കോട്ടെ, ഓർഡർ ചെയ്യുക, കമാൻഡ് ചെയ്യുക, നീ കുട്ടിയാണ് ഇങ്ങനെ ചെയ്യണം, നീ കുട്ടിയാണ് അങ്ങനെ ചെയ്യണം, ഞാൻ അമ്മയാണ് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അതുപോലെ ഞാനിപ്പോ ക്ലാസ്സിൽ വന്നിട്ട് ഞാനും ഇതുപോലെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ കയറിന്നിട്ട് ഞാനിങ്ങനെ ഓർഡർ ചെയ്യുക, കമാൻഡ് ചെയ്യുക, നമ്മൾ തമ്മിലൊരു ബോണ്ടിങ്ങും ഉണ്ടാവില്ല. ബോണ്ടിങ് ഉണ്ടെന്നാണ് കേട്ടോ എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ അത്ര അഹങ്കാരത്തോടു കൂടി ഈ ഒരു കാര്യം പറയണത്. ആ ഒരു ഞാൻ അങ്ങനെ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ തമ്മിലുള്ള അകലം കൂടുക. അതേസമയം നിങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് പറയാനുള്ള പ്ലാറ്റ്ഫോമും കൂടെ കൊടുക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് കൂടുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് ചിന്തിച്ചാൽ മതി. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് എത്ര പേര് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്? മനസ്സിലുള്ള ടീച്ചേഴ്സ് എന്തുകൊണ്ടാണ് മനസ്സിലുള്ളത്? ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ആ ടീച്ചറായിട്ട്. ടീച്ചർ നമ്മളെ കേട്ടിട്ടുണ്ടാകാം, ടീച്ചർ നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടാകാം, നമ്മൾ ഏതെങ്കിലും നമ്മൾ താഴ്ന്നു പോയ അവസരത്തിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ടാകും, അല്ലെ? അപ്പൊ അവര് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ആ ടീച്ചർ വഴിയിൽ വെച്ച് കണ്ടാൽ നമ്മൾ മുഖം തിരിച്ചു പോകില്ല, നമ്മൾ ഓടി ചെന്ന് സംസാരിക്കും, ടീച്ചർക്ക് നമ്മളെ ഓർമ്മയില്ലെങ്കിൽ പോലും. പക്ഷെ അതേസമയം നമ്മളെ ഒട്ടും നമുക്ക് താല്പര്യം ഉണ്ടാകാതിരുന്ന നമ്മളെ ഏതെങ്കിലും രീതിയിൽ ചില ടീച്ചേഴ്സൊക്കെ ഇൻസൾട്ട് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു. ഔട്ടർ അപ്പിയറൻസ് വെച്ചിട്ട് നോക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, പഠിക്കുന്നത് വെച്ചിട്ട് നോക്കുന്ന, അങ്ങനെ പാർഷ്യാലിറ്റി ബയസ്ഡ് ആയിട്ട് പെരുമാറുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പലരെയും അറിയാം, പലരും എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്.
അവരെ ഒന്നും മനസ്സിന്റെ ഉള്ളിൽ കിട്ടില്ല. അതേസമയം 1 വർഷം മാത്രം പഠിപ്പിച്ചിട്ടുള്ള ഇതുപോലെ വളരെ സ്നേഹത്തോട് പെരുമാറി എല്ലാ കുട്ടികളെയും ഒരുപോലെ നമ്മൾ പഠിക്കുമ്പോഴും നമ്മളോട് മാത്രം കാണിക്കുന്ന ടീച്ചർമാരെ നമുക്കൊരു ശ്വാസം മുട്ട. അതേസമയം നമ്മുടെ ഹോൾ ക്ലാസ്സിനെ ഒരുപോലെ നോക്കുന്ന ഒരു ടീച്ചറാകുമ്പോൾ നമ്മൾക്ക് ഭയങ്കര കൂളായിട്ട് നമ്മളിരിക്കും അല്ലേ? നമ്മുടെ ഫ്രണ്ടിനെ ഒരുമാതിരി ഹരാസ് ചെയ്യുന്നു, നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കും. നമ്മൾ ഒരിക്കലും ആ ഒരു ടീച്ചറെ നമുക്കൊരു ശ്വാസം മുട്ടായിരിക്കും അവരുടെ ക്ലാസ്സിൽ. നമ്മുടെ സുഹൃത്തുക്കളും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ഒരു സ്കൂളില് മെന്റൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾ ഇമോഷണലി ഓർഫൻസ് ആണെന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കരുത്. കാരണം അവരെ കേൾക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ അങ്ങനെയാണ്. വൈകാരികമായി അനാഥാവസ്ഥയിലേക്ക് പോകുന്ന രീതിയിൽ ഒരു ജനറേഷനും വരരുത്. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾ. എന്നെ പറ്റി ഒരു ബാച്ചിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ആട്ടോ. ഞാൻ PDF ഇല്ലാത്ത കുറെ കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? അങ്ങനെ എനിക്ക് മാറ്റം വരുത്തണം. ഞാൻ മാറണല്ലോ. ഇല്ല മിസ്സേ, മിസ്സിന്റെ വർത്താനം കേട്ടിട്ട് നല്ല രസമാണ്. താങ്ക് യു സോ മച്ച്. മിസ് പറയുന്നത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ, ടെക്സ്റ്റില് ഓർമ്മ കാണത്തില്ല, പഠിക്കാനല്ലേ പറ്റുള്ളൂ. സബ്ജക്ട് സ്റ്റഡിങ് അല്ലാത്തോണ്ടാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മളെ തിരിച്ചറിയുമ്പോഴാണ് വിദ്യാഭ്യാസം. മിസ്സെല്ലാം കുറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയല്ലേ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് മിസ്സേ? പാഠത്തിലെല്ലാം അച്ചടിച്ച് വരുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഓക്കെ, കുറച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ എഴുതാൻ മനസ്സിൽ തോന്നുന്നവരൊക്കെ അപ്പൊ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക കേട്ടോ. കാരണം ദീപ നിശാന്ത് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരിയെ കേട്ടിട്ടുണ്ടോ? വായിക്കുന്നവര് അറിയായിരിക്കും. ഏകദേശം ഒരു പൊട്ടിക്കടുത്ത് വരുന്ന ഒരു പ്രൊഫസറാണ്, മലയാളം പ്രൊഫസറാണ്. തൃശ്ശൂര് കേരളവർമ്മ കോളേജിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ദീപ നിശാന്തിന്റെ ഒരു ബുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. അപ്പൊ ദീപ നിശാന്ത് എഴുതിയൊക്കെ കണ്ടപ്പോഴേ ദീപ നിശാന്ത് ഇങ്ങനെ എഴുതാമെങ്കിൽ പിന്നെ നമുക്കൊക്കെ എന്തുകൊണ്ട് എഴുതിക്കൂടാ? കാരണം അവരവരുടെ ജീവിതത്തിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവരുടെ വീട്ടിൽ വന്ന് അയൺ ചെയ്യാനായിട്ട് ഈ കോവിഡ് സമയത്ത് ജോലിയൊക്കെ നഷ്ടപ്പെട്ടല്ലോ പലർക്കും. അപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണല്ലോ നമ്മുടെ വിഭാഗങ്ങളിലേക്ക് അയൺ ചെയ്യാനായിട്ട് വരുന്ന. അവരുടെ ഒരു വണ്ടി ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് അയൺ ചെയ്തിട്ട് അവർ പോകുക. ഒരു ഫാമിലി ആയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വീടുകളിൽ വന്ന് ക്ലോത്ത് വന്ന് കളക്ട് ചെയ്യാൻ വന്ന് അങ്ങനെ അവരുടെ ഡെയിലി ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ പിന്നെ എഴുതുന്നതിന്റെ ഒരു രീതിയുമുണ്ട്. നല്ല രസമായിട്ട് എഴുതിക്കണം. നമ്മളിങ്ങനെ ഇരുന്ന് വായിച്ചു പോകും. അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? അതെല്ലാം പാഠപുസ്തകത്തിലെല്ലാം അച്ചടിച്ച് വരണമെങ്കിൽ അതിനേക്കാളും എത്രയോ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ ഓരോരുത്തർക്കും എഴുതാനുള്ള വാസന ഉണ്ടാവും. അതെങ്ങനെയാന്ന് എഴുതുന്ന വിധം കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെ ഓരോരുത്തരും അതെ നല്ല ഇതിലാവും. ഒരു സിനിമ എടുക്കേണ്ട കഥയുണ്ട്. ഓരോരുത്തരും ഒരാള് എഴുതുന്ന ഒരാളുണ്ട്, ആതിര. എഴുതുന്നുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുതി തുടങ്ങിയാലോ? എന്തായാലും റെക്കോർഡ് നിങ്ങൾക്ക് എഴുതാനുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നും എനിക്കും എഴുതാലോ. പിന്നെ നമ്മൾക്കൊരു മാഗസിൻ വേണം. അത് ഇപ്പോഴേ ഞാൻ പറയാം. കാരണം എന്താന്ന് വെച്ചാല് ലാസ്റ്റ് മൊമെന്റിൽ പറഞ്ഞ് നിങ്ങളെ ഹറിബറിയാക്കണ്ട ഒന്നുമില്ല. നമ്മുടെ ബാച്ചിന്റെ ഒരു മാഗസിൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റുഡന്റ് എഡിറ്റോറിയൽ ബോർഡൊക്കെ തയ്യാറാക്കുക. എഡിറ്റർ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും. എന്നിട്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പോഴേ അങ്ങ് തുടങ്ങിക്കോ. ലാസ്റ്റ് നമ്മുടെ കോൺവെക്കേഷൻ ആകുമ്പോൾ നമുക്കത് പ്രകാശനം ചെയ്യാം. നമ്മുടെ ബാച്ചില് ഫസ്റ്റ് ബാച്ച്, 5th ബാച്ച്, 8th ബാച്ച് ഇത്രയും പേര് മാത്രമാണ് മാഗസിൻ ചെയ്തിട്ടുള്ളൂ. നിർബന്ധമല്ല കേട്ടോ, ഇതൊരു നിർബന്ധമല്ല, നമ്മളുടെ ഒരു താല്പര്യം അത്രയേ ഉള്ളൂ. എഴുതാം, നിങ്ങൾക്ക് സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്യാം, അവരുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ വേണമെങ്കിൽ ചോദിക്കാം, അവരുടെ മെസ്സേജ് വേണമെങ്കിൽ ചോദിക്കാം. ഒരു മാഗസൈൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ആഡ് ചെയ്യാം. പിന്നെ നല്ലപോലെ പടം വരയ്ക്കുന്നവരുണ്ടെങ്കിൽ അത് ഡ്രോയിങ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കോഡ്സ് ആഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഇപ്പം ഏതെങ്കിലും മഹാന്മാരായ ആൾക്കാരെ കുറിച്ചൊരു റൈറ്റർ ഡോക്യുമെന്ററി പോലെ അങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ മറിയാം മോണ്ടിസോറിയെ പറ്റി എഴുതാം, ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലെ എഴുതാം, ഹെലൻ കെല്ലറിനെ പറ്റി എഴുതാം. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാം. കുട്ടികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും അറബിയിലും വരെ എഴുതിയിട്ടുണ്ട്. അറബിയിൽ എഴുതിയപ്പോൾ ട്രാൻസ്ലേഷനും കൂടെ വെച്ചു. എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ, ഹിന്ദിയൊക്കെ പിന്നെയും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഒക്കെ എഴുതി കഥ എഴുതിയവരുണ്ട്. പിന്നെ പടം വരയ്ക്കുന്നവര് ഒരു പിക്ചർ വരച്ച് അങ്ങനെ എല്ലാവരുടെയും ഓരോരോ കോൺട്രിബ്യൂഷൻസ്. ഒരു ടീമായിട്ട് ഇരുന്നിട്ട് എല്ലാവരും കൂടെ ആലോചിക്കുക
എന്തൊക്കെയാന്നുള്ളത് എല്ലാവരും ഉൾപ്പെടുത്തുക. റെക്കോർഡ് ക്ലാസ് കാണുന്നവർ, ബാച്ചിലുള്ള എല്ലാവരിലേക്കും മെസ്സേജ് ചെല്ലുന്ന രീതിയിൽ ഇതെല്ലാം ചെയ്യാം. ടീമായിട്ട് ചെയ്യാം, നമ്മുടെ ടീം വർക്ക്. ഓക്കെ, അപ്പം എന്നിട്ട് ലാസ്റ്റ് കോൺവെക്കേഷൻ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് അതൊരു കോപ്പി എടുത്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കോപ്പി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പീസ് ഷെയർ ചെയ്യാം. അങ്ങനെയാണ് മറ്റു ബാച്ചിലുള്ള കുട്ടികൾ ചെയ്തത്. അവർ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും ഫോട്ടോസ് അതിൽ. അപ്പൊ നമുക്കൊരു കോപ്പി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ എല്ലാ ഫോട്ടോസ് അതിനകത്ത് ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, ബാക്ക് ടു അവർ. ഒന്ന് ആലോചിച്ചോ കേട്ടോ, ഇന്ന് തുടങ്ങിയോ അതൊന്ന് ആലോചിച്ചോ. സോ നമ്മൾ പറഞ്ഞത് സ്കൂളിൽ ഇതിന്റെ ആവശ്യം. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാ ഉണ്ടാവും അല്ലെ, സ്കൂളിൽ എന്തൊക്കെയാണ് അവര് ഫേസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടാവും. ചിലതൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. എക്സ്ക്യൂസ് മാം, ഈ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ അവിടെ നിന്ന് തുടങ്ങി ഒന്ന് പറയാവോ? പറയാം. അതിന്റെ ഒപ്പം തന്നെ ഇൻട്രോ ഒന്നുകൂടെ പറഞ്ഞിട്ട് അവിടെ തുടങ്ങും. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു എന്തായിരുന്നു മെന്റൽ ഹെൽത്ത്. 3 ഏരിയയെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മെന്റൽ ഹെൽത്ത് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. വെൽബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് അല്ലെ, നമ്മളുടെ വൈകാരികം, മാനസികം, സാമൂഹികമായിട്ടുള്ള ഹാപ്പിനെസ്. ഈ 3 ഏരിയയിലും നമ്മൾ നല്ല വെല്ലായിട്ടിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെക്കാളും നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമുക്കതെങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മളെങ്ങനെ അതിനോട് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ, ഹൗ വി ആക്ട്. അത് ഈ കാര്യങ്ങളാണ്. അതായത് ഇപ്പോ ആളുകൾ പലതും പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് മൂഡ് ഓഫ് ആകുന്നു, ഡൗൺ ആവുന്ന ഒരു ക്യാരക്ടർ എന്തൊക്കെയായാലും എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ പിന്നെ പിന്നെ നമ്മളങ്ങ് തഴക്കവും പഴക്കവും വന്ന് ഡോൺ കെയർ ആയി മാറിയിട്ടുണ്ടാവും. ആരെന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കില്ല, എനിക്ക് ശരി എന്നുള്ളത് ഞാൻ ചെയ്യും, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത ശരികളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് സാധാരണ ഞാനൊരു ക്വസ്റ്റ്യൻ തരാറുണ്ട്. ഞങ്ങൾക്ക് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല. പറഞ്ഞു തോന്നുന്നു വൈറസ്. നമ്മളുടെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോള് നമ്മുടെ കയ്യിലാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അത് കേട്ട് ഭയങ്കരമായി നമ്മൾ ഫീൽ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിലാണ്. നിങ്ങളുടെ വ്യൂസ് പറയുക എന്നുള്ളതാണ്. അപ്പൊ ഈ പലർക്കും പല വ്യൂസ്. ചിലർ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ശരിയാണ്, എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിൽ തന്നെയാണ്, ഞാനത് വേറൊരാളെ ഏൽപ്പിക്കില്ല. ചുരുക്കം കുറച്ച് പേര് പറഞ്ഞു. ആര് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളുടെ ചില ഹാപ്പിനെസ് എന്ന് പറയുന്നത് ചില വ്യക്തികളുമായി കണക്റ്റഡ് ആണ്. നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫ്രണ്ട്, ആ ഫ്രണ്ട് പറയുമ്പോൾ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാളാ പറയുന്നെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കുകയില്ല അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ് കണക്റ്റഡ് വിത്ത് സം പേഴ്സൺസ് അല്ലെ, ചില ആളുകളുമായിട്ട്. ചിലപ്പോ മക്കൾക്ക് അമ്മമാരെന്തെങ്കിലും പറയുമ്പോഴേക്കും മൈൻഡ് ആക്കില്ല, പക്ഷെ അച്ഛൻ പറയുമ്പോഴേക്കും ഭയങ്കര സങ്കടം വരും. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറെ പേര്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും വ്യൂസ് ഡിഫറെന്റ് തന്നെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പം ഇത് നമുക്ക് ഗൂഗിൾ ചെയ്താലോ ഒന്നും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ആശയം കിട്ടണം എന്നില്ല. അപ്പൊ അത് ഒരു അസൈൻമെന്റ് ആയിട്ട് എപ്പോഴേക്കോ കൊടുത്തിരുന്നു, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മുടെ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും തീരാ നഷ്ടങ്ങൾ ലൈഫിൽ സംഭവിക്കും. കഴിഞ്ഞ ദിവസം മോന്റെ ആനുവൽ ഡേ ആയിരുന്നു, ഞാൻ PTA പ്രസിഡന്റ്. അപ്പൊ ആനുവൽ ഡേയില് കീനോട്ട് അഡ്രസ് എന്ന് പറഞ്ഞ് മുഖ്യ പ്രഭാഷകനായിട്ട് വന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ആയ ഒരു ജോസ് മാളിയേക്കൽ എന്ന സാറായിരുന്നു. സാറിനെ വിളിക്കാനുള്ള കാരണം, സാറിന്റെ മകൾ LKG UKG ആ സ്കൂളില്, മോൻ പഠിക്കുന്ന പറവൂരുള്ള ഒരു സ്കൂളിൽ, ഒരു കോൺവെന്റ് സ്കൂളാണ്, സ്കൂളിൽ പഠിച്ചതാണ്. UKG കഴിഞ്ഞപ്പോ ആ കുട്ടി വേറൊരു സ്കൂളിലേക്ക് പോയി. പക്ഷെ എന്നാലും ചെറിയ നമുക്ക് LKG UKG എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 to 6 3 to 5 ആ ഒരു 4 to 5 ആ ഒരു ഏജ് എല്ലാ ബേസും തുടങ്ങുന്നുണ്ട്. അപ്പൊ സിസ്റ്റേഴ്സ് കുറെ കഥ പറഞ്ഞു കൊടുക്കും, പാട്ട് പാടിക്കൊടുക്കും. ഇതെല്ലാം ഈ കുട്ടിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. കുട്ടിയുടെ നല്ല വെള്ളാരം കണ്ണായിരുന്നു, ഉച്ചക്കണ്ണിൽ. അതെ, തേജ എന്നായിരുന്നു പേര്. ഈ തേജ അതിനുശേഷം +2 എല്ലാം കഴിഞ്ഞ് സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു. MBBS അഡ്മിഷൻ കിട്ടി. തേജ MBBS ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി, ജോലിയാവുകയും ചെയ്തു. ഈ തേജ
ഈ എന്താ പറയാ ഫസ്റ്റ് ഇയർ കഴിയാറായ സമയത്ത് ഈ എന്തോ ഒരു പ്രോഗ്രാമില് സീനിയേഴ്സിന്റെ ഒരു ചെറിയൊരു റാഗിങ് പോലെ പ്രോഗ്രാം ഉണ്ട്. റാഗിങ് ഒരു പ്രോഗ്രാം പോലെ ഫ്രഷേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. റാഗിങ് വേറെ ഒന്നല്ല, ഉപദ്രവമൊന്നുമില്ല. തേജോട് അനാട്ടമിയുടെ ക്ലാസ് എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു പറഞ്ഞു അവര്. അപ്പം അവിടെ പ്രൊഫസേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്, അവരുടെ മുന്നിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു റാഗിങ് സ്റ്റൈല്. തേജ ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ഭയങ്കര കൂവലും മറ്റേ ഇങ്ങനെ ആരോ ഉണ്ടാക്കി എറിയലും ഒക്കെ ആയിരുന്നു. തേജ ഇങ്ങനെ ക്ലാസ് എടുത്ത് കുറച്ചങ്ങ് ചെന്നപ്പോഴേക്കും എല്ലാവരും സൈലന്റ് ആയി. കാരണം നല്ല ഭംഗിയായിട്ട് തേജ ക്ലാസ് എടുക്കുക, അനാട്ടമി ക്ലാസ്. അപ്പൊ ഒരു അവിടുത്തെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഫസർ നിന്ന് കൈയടിച്ചു. അപ്പോ ആ പ്രൊഫസർ ചോദിച്ചു, എല്ലാരും പിന്നെ കൈയടിച്ചു, എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് അനാട്ടമി നല്ല ടഫ് സബ്ജക്റ്റ് ആണ് അനാട്ടമി ക്ലാസ് എടുക്കുന്നു. അപ്പൊ തേജ ആദ്യം തന്നെ ക്ഷമ പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ രീതിയായിട്ടൊന്ന് നോക്കൂ. തേജ ക്ഷമ പറഞ്ഞു. തേജ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തേജ MBBS പഠിക്കുന്ന സമയത്താണ് മൊബൈലൊക്കെ തുടങ്ങുന്നത്. അപ്പൊ തേജയുടെ കയ്യിൽ മൊബൈലുണ്ട്. ഈ മൊബൈൽ തുടങ്ങുന്ന സമയത്ത് കോളേജുകളിൽ മൊബൈൽ ബാൻഡ് ആയിരുന്നു. പക്ഷെ തേജ ആരും അറിയാതെ ഈ മൊബൈലും കൊണ്ടാണ് സ്കൂളിൽ വരുന്നത്. അതെന്താന്ന് വെച്ചാൽ ചില ദിവസം ക്ലാസ്സിലിരിക്കുമ്പോൾ തേജയ്ക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, ശ്രദ്ധിക്കാൻ. അപ്പൊ തേജ എന്ത് ചെയ്യും, ഈ മൊബൈലിലെ റെക്കോർഡ് അങ്ങ് ഓൺ ചെയ്ത് വെക്കും. വീട്ടിൽ പോയി നല്ല റിലാക്സ്ഡ് ആവുമ്പോൾ അത് കേട്ട് പഠിക്കും. തേജ മൊബൈൽ എടുത്ത് കാണിച്ചു, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറെന്ന് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, ഇത് പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് എപ്പോഴും ശ്രദ്ധയോടെ കേട്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ തേജ അന്ന് മൊബൈല് നല്ല രീതിയിൽ ഉപയോഗിച്ചു. തേജ അച്ഛൻ ആ PTA ആ ഒരു മീറ്റിങ്ങിൽ പറയണതാണ് കേട്ടോ, ആ ഒരു ആനുവൽ ഡേ സമയത്ത്. അപ്പോ തേജ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. ഇപ്പോഴത്തെ കുട്ടികള് പലപ്പോഴും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം കണക്ട് ചെയ്തതാണ്. ഈ തേജയിലേക്ക് വരാം. തേജ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. 22 വയസ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ല. തേജയുടെ കല്യാണം ഫിക്സ് ചെയ്തു, മനസ്സമ്മതം കഴിഞ്ഞു. മനസ്സമ്മതം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ കല്യാണമാണല്ലോ. തേജ റോഡിന്റെ സൈഡിൽ ഏതോ ബാങ്കിന്റെ മുന്നിൽ വെച്ചാണെന്ന് തോന്നുന്നു കാർഡിയാക് അറസ്റ്റ് വന്ന് കുഴഞ്ഞു വീണ് തേജ മരിച്ചു. ഇദ്ദേഹം തേജ പഠിച്ച എല്ലാ സ്കൂളുകളിലും പോയി ഇദ്ദേഹം നിൽക്കും, ആ ഗേറ്റിൽ നിൽക്കും. അദ്ദേഹത്തിന് ആ ഓർമ്മയാണ്, മകളുടെ ഓർമ്മയാണ്, മകളുടെ എല്ലാ കാര്യങ്ങളും. ആ മൊബൈൽ അന്ന് അദ്ദേഹം ഞങ്ങൾ എടുത്ത് കാണിച്ചു. പണ്ടത്തെ ടൈപ്പ് ഇങ്ങനെ ഫ്ലാപ്പുള്ള ഇങ്ങനെ വലിക്കുന്ന ടൈപ്പ് ഒരു മൊബൈലായിരുന്നു. പിന്നെ തേജയുടെ എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അങ്ങനെ ഇദ്ദേഹം തേജ പഠിച്ച സ്കൂളുകളിലെല്ലാം വരും. അപ്പൊ ഇവിടെ UKG വരെയാണ് തേജ പഠിച്ചത്. അപ്പൊ UKGയില് നല്ലപോലെ പെർഫോം ചെയ്യുന്നു. മാർക്ക് മാത്രമല്ല, പെർഫോമർ എന്നുള്ള രീതിയിൽ ഒരു കുട്ടിയെ സെലക്ട് ചെയ്തിട്ട് ആ കുട്ടിക്ക് തേജയുടെ മെമ്മോറിയലായിട്ട് ഒരു മൊമെന്റോ അദ്ദേഹം കൊടുക്കും. അത് അദ്ദേഹം എല്ലാ വർഷവും എല്ലാ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും കണ്ണ് നനയിക്കുന്ന ഒരു സീനാണ് അത്. അദ്ദേഹം ആ കുട്ടിയുടെ മുന്നില് മുട്ടുകുത്തി നിന്ന് ആ കുട്ടിയുടെ കയ്യിൽ ഉമ്മ വെച്ച്, നെറ്റിയിൽ ഉമ്മ വെച്ച് ഹഗ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. നമുക്കത് കാണുമ്പോഴേ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു കൊടുക്കും. അപ്പൊ ഇദ്ദേഹം തേജയെ കുറിച്ച് ഇങ്ങനെ മൈക്കിലൂടെ പറഞ്ഞപ്പോ എല്ലാരും കരയുമായിരുന്നു. പക്ഷെ ആ കുട്ടി മരിച്ചു, ആ ഒരു നഷ്ടം അത് നികത്താൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ആ തേജയെ മരണത്തിന് ശേഷം എങ്ങനെ ജീവിതത്തിൽ അതിന്റെ റിഫ്ലക്ഷൻസ് കൊണ്ടുവരാം, ആ ഒരു പ്രകാശം എങ്ങനെ സ്പ്രെഡ് ചെയ്യാം എന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് കാണിച്ചു വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ പലതിലൂടെയും കടന്നു പോകുന്ന പലരും നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഇതുപോലെ മാനസികമായി തകർന്ന് നഷ്ടങ്ങൾ സംഭവിച്ച പലരും ഉണ്ടാവും. പക്ഷെ അദ്ദേഹം എന്നിട്ട് ആ കുട്ടി അടുത്ത ലെവലിൽ പഠിച്ച സ്കൂളിലും ഇതുപോലെ തന്നെ പോകും, അവിടെയും പെർഫോം ചെയ്ത ഒരു കുട്ടിക്ക് ഇതുപോലെ തന്നെ മൊമെന്റ് കൊടുക്കും. അങ്ങനെ തേജ പഠിച്ചെടുത്തെല്ലാം ഇദ്ദേഹം പോവുമായിരുന്നു. തേജയെ കാണാത്തതും തേജയെ നേരിട്ട് കണ്ടിട്ടില്ലാത്തതുമായ ആളുകള് ഇതറിഞ്ഞ് കുറേ പേര് തേജയെ കുറിച്ച് കഥകളും കവിതകളും എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും തേജ എല്ലാവരുടെയും മനസ്സിലിങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആണ് പറഞ്ഞത്, നമ്മുടെ മക്കളെ ശരീരത്തിനെ വളർത്താനായിട്ട് പാരന്റ്സ് വളരെയധികം ശ്രമിക്കുന്നു. അവരുടെ ബുദ്ധി, മനസ്സ് ഇതൊക്കെ വളരാൻ വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതൊക്കെ നല്ലൊരു മെസ്സേജ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞൊരു വെള്ളിയാഴ്ച ആയിരുന്നു ആനുവൽ ഡേ. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഇതുപോലെ പാരന്റ്സിനും കുട്ടികൾക്കും ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന ആളാണ്. അദ്ദേഹം അത്രയും എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയുണ്ട് പറയാനും.
റിലേറ്റ് ചെയ്യാനും. ഓക്കെ. അപ്പൊ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. തേജയുടെ താഴെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ബ്രദർ ഉണ്ട്, എഞ്ചിനീയർ ആണ് കേട്ടോ. ബ്രദർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് CD ഒക്കെയാണ്, നമുക്ക് സിനിമയൊക്കെ കിട്ടുന്നത് CD-യിലൊക്കെ ആക്കിയിട്ടാണ്. അപ്പോ ഒരു ദിവസം ബ്രദർ കോളേജിൽ നിന്ന് വന്നപ്പോ തേജയുടെ കയ്യിലേക്ക് ഒരു CD കൊടുത്തു. ചേച്ചി, നമുക്ക് ഏതോ ഒരു സിനിമയുടെ പേര് പറഞ്ഞു, സിനിമ കിട്ടിയിട്ടുണ്ട്, നമുക്കിത് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ തേജ പറഞ്ഞു, ഞാൻ ഇത് കാണില്ല, ഇത് കള്ള CD ആണ്. കാരണം ആ സിനിമ റിലീസായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അങ്ങനെയൊക്കെ ചില ഇത് നടക്കില്ലായിരുന്നു, ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അത് ബ്ലാക്കിലെ CD വിൽക്കുന്നതും. അപ്പൊ തേജ പറയും, ഞാനിത് കാണില്ല, ഇത് കള്ള CD ആണെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അനിയനും അന്ന് ഞാനും കാണുന്നില്ല എന്നും പറഞ്ഞു അതൊക്കെ മാറ്റി വെച്ചു. അപ്പൊ ഇദ്ദേഹം പറയുവാണ്, ഇദ്ദേഹം തേജോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അങ്ങനെ നിനക്ക് തോന്നിയത്? ഒരു സിനിമ CD കിട്ടിയപ്പോ കാണാനുള്ള ഇൻട്രസ്റ്റ് പെട്ടെന്ന് മാറി അത് കാണില്ല എന്ന്. അപ്പം തേജ പറയാണ്, എന്നെ സ്കൂളിൽ എന്റെ ടീച്ചർമാര് പഠിപ്പിച്ചിട്ടുണ്ട്, നേരായ വഴിയിലെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, കള്ളത്തരത്തിലൂടെ ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് അദ്ദേഹം ഇപ്പോഴും തേജ പഠിച്ച സ്കൂളുകൾ, അതൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു ആ കുട്ടിയുടെ ലൈഫിൽ. അപ്പൊ അതുകൊണ്ട് ആ സ്കൂളുകളിൽ ഇപ്പോഴും അദ്ദേഹം ചെല്ലുന്നതും അദ്ദേഹം അത്ര റെസ്പെക്റ്റോട് കൂടിയിട്ട് അവിടെയുള്ള കുട്ടികളോട് പെരുമാറുന്നതും അതൊക്കെ നമുക്ക് കുറെ മനസ്സിലാക്കാവുന്ന ഒരു പാഠങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നി ഇത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഓക്കെ. സോ നമ്മുടെ മെന്റൽ ഹൈജീന്റെ എയിമും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും നമുക്കറിയാം. മെന്റൽ ഹൈജീൻ, നമുക്ക് മെന്റൽ ഹെൽത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് മെന്റൽ ഹൈജീൻ. അല്ലാണ്ട് കുറുക്കുവഴികളൊന്നുമില്ല. നമ്മളുടെ മാനസിക ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് നമുക്ക് കുറുക്കുവഴികളില്ല. അതിലേക്ക് എത്താനുള്ള ഒരു മാർഗം, വഴി എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ തന്നെയാണ്. നമുക്ക് പല രീതിയിലുള്ള ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ടാകും, അല്ലെ? പല രീതിയിലുള്ള റിലേഷൻഷിപ്പുകളും ഉണ്ടാകും നമുക്ക്. അതെല്ലാം ഹെൽത്തി റിലേഷൻഷിപ്പ് ടോക്സിക് ആകുന്നത് ആണെന്ന് മനസ്സിലായാൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, പക്ഷെ നെഗറ്റീവ് അല്ലാതെ പറയില്ല. പക്ഷെ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞാൽ പോലും ഈവൻ എനിക്ക് അവനെ അല്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, കാരണം എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ നമ്മൾ ആ സുഹൃത്തിൽ ഇടപെടൽ നടക്കാൻ പോകും. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നാണല്ലോ, അവരോടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ്. നമ്മുടെ കേൾക്കുന്ന ഒരു നല്ലൊരു സൗഹൃദമാണെങ്കിൽ തീർച്ചയായും അവർക്ക് മാറ്റം ഉണ്ടാകും. അപ്പൊ അവൻ നെഗറ്റീവ് ആണെങ്കിൽ അവനുമായിട്ട് യാതൊരു കണക്ഷനും വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ശ്രമം നടത്താം എന്നുള്ളത് തന്നെയാണ്. നമ്മളുടെ മെന്റൽ ഡിസോർഡേഴ്സിന്റെ പ്രിവെൻഷൻ, നമുക്ക് അത് നമ്മളുടെ റിലേഷൻഷിപ്പുകൾ മനസ്സിലാക്കുക. ഈ തെറ്റിദ്ധാരണയാണല്ലോ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണം. റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക, ഹെൽത്തി റിലേഷൻഷിപ്പ്, അത് നമ്മളുടെ ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലൈഫ് എക്സ്പീരിയൻസസ്, ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്കറിയാം എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. ഒരു അനുഭവം കിട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാം ഞാൻ ഇനി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. വീണ്ടും നമ്മൾക്ക് ആ അബദ്ധം അത് പറ്റുവാണെങ്കിൽ അബദ്ധം എന്ന് പറയില്ല, നമ്മുടെ കഴിവുകേടാണല്ലോ. ഒരു പ്രാവശ്യം നമുക്ക് പറ്റി അബദ്ധം, വീണ്ടും നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ കഴിവുകേടാണ്. പക്ഷെ വീണ്ടും പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ആ പാഠം ലെസൺ പഠിച്ചു. നമുക്ക് ചിലപ്പോൾ ഫെയിലിയർ ആയിരുന്നിരിക്കാം, പക്ഷെ അവിടെ നമ്മളൊരു പാഠം പഠിക്കുക, ലെസൺ പഠിച്ചിട്ട് നമ്മൾ ആ എക്സ്പീരിയൻസിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അതൊക്കെ തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ മെയിൻ ഒരു കാര്യം. ഇപ്പൊ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് അതാണ്. ഈ മെന്റൽ ഡിസോർഡേഴ്സിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുക. പല കാര്യങ്ങളും റിലേഷൻഷിപ്പിലാണെങ്കിലും അതെല്ലാം മനസ്സിലാക്കി നമ്മുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഡെവലപ്പ് ചെയ്തു പോവുക. അതുപോലെ തന്നെ ലൈഫ് എക്സ്പീരിയൻസസും. പിന്നെ ഞാൻ എന്റെ മെന്റൽ ഹെൽത്ത് ആ ഒരു ഇതല്ല, നമ്മളുടെ ഫാമിലി, നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റാളുകൾ, ഇപ്പൊ നമ്മുടെ ഒരു ഗ്രൂപ്പ്, ഈ ഒരു ക്ലാസ് റൂം നമ്മൾ ആരെയും കാണുന്നില്ലെങ്കിൽ പോലും നമുക്ക് സ്ഥിരം വരുന്ന ഒരാൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കും. പക്ഷെ എനിക്ക് മനസ്സിലാവില്ലായിരിക്കും, വരാതെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ അന്വേഷിക്കും. അല്ലെങ്കിൽ ക്ലാസ്സിലധികം ആക്റ്റീവ് അല്ലാതെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് അന്വേഷിക്കും. കഴിഞ്ഞ ദിവസം ഹസ്ബൻഡിന്റെ കൂടെ BSNL ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു ബാച്ചിൽ കയറി ഇവർ എല്ലാവരും കുറെ പേരുണ്ട്, 10-20ഓളം പേര്. ഇവരെല്ലാ വർഷവും ട്രിപ്പിന് പോകും എവിടെയെങ്കിലൊക്കെ. അവര് മാത്രമായിട്ട്, ഫാമിലി അങ്ങനെയൊന്നുമല്ല. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ പോയി തിരിച്ചു വരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ട്രിപ്പിന്റെ ഒക്കെ മുന്നിൽ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ട്രെയിനിൽ നിന്നും വീട് മരിച്ചു. ഇന്നലെയായിരുന്നു ക്രമേഷൻ, മിനിഞ്ഞാന്നാണ് മരിച്ചത്.
അപ്പൊ മിസ്റ്ററി ആയിട്ട് പറയണു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ട്രിവാൻഡ്രത്തുള്ള വ്യക്തിയാണ്, ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഓഫീസ്. അദ്ദേഹം കൊല്ലം കോട്ടയം സൈഡിലേക്കുള്ള ട്രെയിനിൽ കയറി. എന്തിനാ അദ്ദേഹം ട്രെയിനിൽ കയറിയെന്ന് വീട്ടുകാർക്കും അറിയില്ല, ഫ്രണ്ട്സിനും അറിയില്ല. ഈ ഗെയിംസിലൊക്കെ വളരെ ആക്റ്റീവാണ്, ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര ബോധവാണ്, ജിമ്മിലൊക്കെ പോകുന്ന നല്ല ആചാനുബാഹുവായ ഒരു മനുഷ്യൻ. 9 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിയും വൈഫും ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് ചോദിക്കായിരുന്നു, നിങ്ങൾ ഇത്ര വർഷങ്ങളായിട്ട്, അവര് 2002 മറ്റോ ആണ് BSNLന്റെ ആ ബാച്ച് അവര് ജോയിൻ ആകുന്നതും ട്രെയിനിങ് കഴിഞ്ഞ് എല്ലാവരും പലയിടത്തും പോസ്റ്റിംഗ് ആവുന്നതും. എന്നാലും എല്ലാ വർഷവും അവർ പോകും, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ട്രിപ്പിനൊക്കെ പോകാറുണ്ട്. ഈ വർഷത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന റിപ്പബ്ലിക് ഡേയുടെ അവധിയുടെ സമയത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാ വർഷവും പോകുന്നുണ്ട്, അപ്പൊ എപ്പോഴെങ്കിലും കൂടെയുള്ള ഒരു സുഹൃത്തിന്റെ അടുത്ത് നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ, അല്ലാതെ കമ്പനി അടിച്ച് കൂടി തിരിച്ചു പോരുന്ന അല്ലാതെ കുറെ ഫോട്ടോസ് എടുക്കുന്ന അല്ലാതെ ആരെങ്കിലും പേഴ്സണലി എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതൊന്നുമില്ല. അവര് കുറെ നേരം ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് അവര് ഭക്ഷണം കഴിക്കുന്നു, അവര് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നു, അവർ അവിടെ സൈറ്റ് സീയിന് പോകുന്നു, ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു, ഹാപ്പി ആയിട്ട് എല്ലാവരും തിരിച്ചു വരുന്നു. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്, തിരിച്ചു വരുന്നത് സന്തോഷത്തോടു കൂടി. പക്ഷെ ഇങ്ങനെ എപ്പോഴെങ്കിലും ആരെങ്കിലും പരസ്പരം പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട്? അതില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് അറിയില്ല അല്ലെ, വളരെ. അപ്പോഴാണ് ഹസ്ബൻഡ് എന്നോടൊരു കാര്യം പറഞ്ഞത്. 3-ാം തീയതി വളരെ ആക്റ്റീവ് ആണ് ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പില് മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ 3-ാം തീയതിയാണ് ആള് ലാസ്റ്റ് മിണ്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, 3-ാം തീയതി ഗ്രൂപ്പില് ടൂറിനെ പറ്റിയൊരു ഡിസ്കഷനിൽ ഒന്നും ആള് പറയുന്നില്ല. അപ്പൊ തോന്നിന്ന് പറഞ്ഞു, ഇവനെന്താ ഇങ്ങനെ വളരെ ആക്റ്റീവായി നിന്ന ആളാണല്ലോ, മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നോക്കുന്നത്. അയാള് ലാസ്റ്റ് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് 3rd-നാണ്. ഇതാണ് നമുക്ക് അവർക്ക് ഇനി എന്താണ് പ്രയാസം ഉണ്ടായിരുന്നേ ഒന്നും അറിയില്ല. ആ ഒരു രീതിയില് നല്ല ആചാനുബാഹുവായ മനുഷ്യനാണ്, ആരോഗ്യമുള്ള ഒരാളാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല, ഞാനൊരു ചാൻസ് പറഞ്ഞതാണ്, നിങ്ങളോട് പറഞ്ഞൊരു കഥ, ഒരാളുടെ അനുഭവം വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് ഇനി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ആ ഒരു രോഗവുമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും തോട്ടുകൊണ്ട് അതാണോന്നും അറിയില്ല. പോസ്റ്റ്മോർട്ടം റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ആർക്ക് എന്താണ് പ്രശ്നം ഉള്ളതെന്നുള്ളത്. ഓക്കെ, മെന്റൽ ഹെൽത്തിന്റെ കെയർ അത് ഇൻഡിവിജ്വലിന്റെ മാത്രമല്ല, ഒരു ഗ്രൂപ്പിന്റെയും, നമ്മുടെ വീട്ടിൽ ഉള്ള മെമ്പേഴ്സ്, നമ്മുടെ ലൈഫ് പാർട്ട്ണർ, ചിലപ്പോൾ ജോലിയിൽ വളരെയധികം സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാവും, വീട്ടിൽ അതൊന്നും അറിയിക്കേണ്ട. കാരണം വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ 100 കൂട്ടം പ്രശ്നങ്ങളായിട്ട് അവരുടെ മുന്നിലേക്ക് ചെല്ലുവാണെങ്കിൽ അവർ ഓഫീസിലെ കാര്യങ്ങളൊന്നും നമ്മളോട് ഷെയർ ചെയ്യില്ല. ആ ഒരു ഷെയറിങ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എത്ര വലിയ പ്രയാസമാണെങ്കിലും ഒരു സമാധാനം കിട്ടും. അപ്പൊ ഇൻഡിവിജ്വലിന്റെ മാത്രമല്ല, ഗ്രൂപ്പിന്റെയും മെന്റൽ ഹെൽത്തിന്റെ കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇനി ചില കേസിൽ നമുക്ക് ഇതിന് മെഡിക്കേഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ക്യൂർ ചെയ്യാനുള്ള മെഷേഴ്സ്, മെഡിസിനൽ മെഷേഴ്സ് ഒക്കെ വേണ്ടിവരും. മെന്റൽ എയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ്, അത് എന്താന്നുള്ളത് കറക്റ്റ് ശരിയായ രീതിയിൽ ഇന്റർവെൻഷൻ നടത്തുക. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും മെന്റലി നമുക്കൊരു ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ക്യൂർ ചെയ്യുന്ന ആരും ഇല്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പൊ ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത്. കാരണം ആ കുട്ടിയുടെ അമ്മ ഡിപ്രഷനിലേക്ക് പോയി, സൂയിസൈഡ് ടെൻഡൻസി വന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, 2ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ആള് മരിച്ചു. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ഇവരെല്ലാരും കൂടെ കണ്ട് വേഗം ഇതായി. അപ്പൊ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും ഇനി ചെയ്യില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു. പക്ഷെ ഇവരാരും ഇല്ലാത്ത ചെറിയൊരു സമയം വന്നപ്പോഴേക്കും, ജസ്റ്റ് ഫ്ലാറ്റിലായിരുന്നു, ഫ്ലാറ്റിനുള്ളിൽ നിന്നും ഈ കുട്ടിയുടെ അച്ഛൻ താഴെ പോയി, ഈ കുട്ടി ജോലിക്ക് പോയി, കുട്ടിയുടെ ഹസ്ബൻഡ് ജോലിക്ക് പോയി, അച്ഛൻ ജസ്റ്റ് താഴെ എന്തോ ആവശ്യത്തിന് വന്ന ആ ഒരു ചെറിയ ടൈമിൽ വേഗം തന്നെ വെയിൻ കട്ട് ചെയ്തു. ഈ കുട്ടി എന്നോട് പറഞ്ഞത്, എന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈ ചെറുതായ മുറിഞ്ഞ തന്നെ കൊച്ചുകുട്ടികളെ പോലെ ഭയങ്കര കരച്ചിലും പേടിയുമാണെന്ന്. ആ അമ്മ വെയിൻ കട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്തത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഈ കുട്ടി പറഞ്ഞതാ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയതാണ് അമ്മയെ ഈ ഡിപ്രഷനൊക്കെ വന്ന സമയത്ത്. പക്ഷെ ശരിയായ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയർ കിട്ടാത്തത് കൊണ്ടാണ് എന്റെ അമ്മ മരിച്ചു പോയത്. പുറത്തെ കൺട്രീസിലൊക്കെ മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള മെഡിസിനൽ മെഷേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ പ്രൊഫഷണൽസ് ഒന്നുമില്ല ശരിയായ രീതിയിൽ ഇതിനെ ടേക്ക് കെയർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ എനിക്കറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കല എന്ന് പറയുന്നത്, സൈക്കോളജിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. കല നല്ല പോലെ ആളുകളെ നോക്കും, ഡീൽ ചെയ്യും.
എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് കലയെ അറിയില്ലായിരുന്നു. അറിയുമായിരുന്നെങ്കിൽ എനിക്ക് കണക്ട് ചെയ്ത് കൊടുക്കായിരുന്നു. അപ്പൊ അങ്ങനെ ആ കുട്ടി അങ്ങനെ ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാ എങ്ങനെയാണ്. പലരും കാശിന് വേണ്ടിയാണ് ഇരിക്കുന്നത് എന്നൊക്കെയാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. അപ്പൊ ഇത് മെന്റൽ ഹൈജീൻ സ്കൂളുകളിൽ എന്റെ ഇമ്പോർട്ടൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. നമുക്കറിയാം കുട്ടികൾ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. സാധാരണ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറഞ്ഞു, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ എന്തൊക്കെ പ്രഷർ അവർ നേരിടുന്നുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ടെന്നും പറയാം. മെയിൻലി എക്സാംസ്. യെസ്. എക്സാമിന് തോറ്റു പോകുമോ എന്നുള്ള പേടി, ചില കുട്ടികൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സിലബസ് അല്ലേ, ഇപ്പോഴും പരീക്ഷ. നല്ല ഫ്രണ്ട്സിനെ കിട്ടാനല്ലേ. അതെ, ഫ്രണ്ട്സിന്റെ ആ ഒരു പ്രശ്നമാണ്. സ്കൂൾ പെട്ടെന്ന് മാറുമ്പോൾ ചില കുട്ടികൾ വല്ലാതെ വിഷമിക്കുന്ന ആ ഒരു കാര്യത്തിലാണ്. പിന്നെ ചില സ്കൂളുകളിൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും. പാർഷ്യാലിറ്റി, പിന്നെ സ്ട്രിക്ട് ഡിസിപ്ലിൻ പറഞ്ഞല്ലോ. ടീച്ചേഴ്സിന് പെരുമാറ്റം മിസ്, ചില ടീച്ചേഴ്സ് വളരെ റഷ് ആയിട്ടൊക്കെ പെരുമാറുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെയെല്ലാം കുട്ടികളാകെ ഡിപ്രഷൻ അടിച്ചു. അതെ. അപ്പോ വളരെ പരുഷമായി ടഫായിട്ടൊക്കെ പെരുമാറുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉള്ളപ്പോ ആ ഒരു ഇത്, പിന്നെ പാരന്റ് പ്രഷറും കൂടെ വരാറുണ്ടല്ലേ. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചോളണം, കഴിഞ്ഞ പ്രാവശ്യം നീ എത്രയും കുറച്ച്, ഇപ്രാവശ്യം അതിൽ കൂടുതൽ വാങ്ങണം, അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഇത്ര കിട്ടി. അപ്പോ ഇവൻ മാർക്ക് കിട്ടി, മാർക്കുമായിട്ട് വരുന്നത് ഒരു 95 അങ്ങനെ ആയിരിക്കും 100-ല്. നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം മിസ്സേ. അവനിക്ക് അത്രയുണ്ട്. ഫോൺ വിളിച്ചിട്ട് 2-3 ആൾക്കാരുണ്ട് ഒരേ ക്ലാസ്സിലുള്ള ഇവരെ കൂടെയുള്ള. അപ്പൊ നിനക്ക് എത്രയോ മാർക്ക്, അപ്പൊ അവരെക്കാൾ ഒരു മാർക്ക് ഇവക്ക് കൂടുതലാണെങ്കിൽ പറയൂ, അവൾക്ക് ഒരു മാർക്ക് കൂടുതൽ, നിനക്ക് അത് എവിടെയാ തെറ്റിപ്പോയെ. അപ്പൊ എന്നിട്ട് ഈ എന്താ പറയാ, അത് എല്ലാ പ്രായത്തിലും 10ാം ക്ലാസ്സാ. അപ്പൊ എന്റെ ഉമ്മാന്റെ അനിയത്തിയുടെ മോളും 10ാം ക്ലാസ്സാ, എന്റെ മരിയോളെ മോളും 10ാം ക്ലാസ്സാ. അപ്പൊ എന്റെ മോളെ മാർക്കും എല്ലാരും പരസ്പരം വിളിക്കും എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാല്, ഓരോരുത്തർക്കും എത്ര. അപ്പൊ എന്റെ മോക്ക് ഇപ്പൊ കുറച്ച് കൂടുതലാണെങ്കിൽ ഞാൻ ഹാപ്പിയാ. അപ്പൊ എന്റെ മോളെ മാർക്ക് കുറഞ്ഞിട്ട് അവര് കുറച്ച് കൂടുതലാണെങ്കിൽ അതിന് അപ്പൊ ഇവളോട് നിനക്ക് എന്താ പറ്റിയ, നീ എന്താ അത് പഠിച്ചിട്ടില്ലേ, ടോപ്പ് കോമഡി. അപ്പൊ ഇവളിങ്ങനെ കാര്യം, ഇവള് പറയും എന്റെ മാർക്കും അവരെ മാർക്കും വെച്ച് കമ്പയർ ചെയ്തിട്ട് പറയാനല്ലേ, ഇല്ല ഞാൻ ഉറങ്ങൂല, പഠിക്കട്ടെ എന്നല്ല പറഞ്ഞു ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു. നമ്മുടെ ഓരോ ബാച്ചിലും പരീക്ഷ നടക്കില്ലേ. ഈ മോണ്ടിസോറിയിൽ ഞാൻ പറയാം, ഈ നമ്മുടെ ഓരോ ബാച്ചിലും എക്സാം നടക്കുമ്പോ, ഞാനൊക്കെ പണ്ട് തുടങ്ങിയ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു സബ്ജക്ട് എക്സാം കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ഓർക്കില്ല, അതങ്ങ് കളയും, എന്നിട്ട് അടുത്ത പരീക്ഷ. അന്നും ചില കുട്ടികളെ കാണാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് എഴുതിയതൊക്കെ ശരിയാണോ നോക്കുന്നത്. ആ പരിപാടി എനിക്കില്ല കേട്ടോ, ഞാൻ അത്രയും മടിച്ച് ചെയ്തോണ്ടായിരിക്കാം. അപ്പോ നമ്മുടെ ഈ ബാച്ചിലെ കുട്ടികൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയക്കും, മിസ് ഇത് ശരിയാണോ, മിസ് ഇത് ശരിയാണോ. എനിക്ക് ചിരി വരും, കൊച്ചുകുട്ടികളെ പോലെ വളരെ നിഷ്കളങ്കമായിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചോണ്ട് എനിക്ക് അയച്ചു തരും. അപ്പൊ അതെല്ലാ പ്രായത്തിലും ഉണ്ട് ആ ഒരു ഇത്. അവന്റെ ശരിയാണോ എന്ന് നോക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. മാർക്ക് സ്കോർ ചെയ്തത് കറക്റ്റ് ഉണ്ടോ, എനിക്ക് മാർക്ക് അത്രയും കിട്ടുമോ. എന്റെ മക്കള് എക്സാം കഴിഞ്ഞ് വന്നതിന് ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എഴുതിയതെല്ലാം അവരെന്താ പറയുന്നത്, കറക്റ്റ് ആണോ എഴുതിയെന്നെല്ലാം ചോദിച്ച് എന്നിട്ടാ ഇതാക്കലുള്ളൂ. മിസ് ഇപ്പൊ പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾ സ്മാർട്ടാണ്. സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ആൻസേഴ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഓക്കെയാന്ന് പറയല്ലേ. അതെ, കാരണം അവർക്ക് ആ തലവേദന ഒന്ന് മാറണം, അല്ലെങ്കിൽ ആ മമ്മി അവരെ ശരിയാക്കും. നീ എന്നെ എത്രയും പഠിപ്പിച്ചു വിട്ടിട്ട് നീ അത് അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അത് ഉണ്ട്. ഓക്കെ, വട്ടർ ഇപ്പി അവർക്കൊന്ന് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരെ എഴുതിയ രീതികളും എങ്ങനെയാന്നൊക്കെ അവർക്കും ഒരു സമാധാനം കിട്ടും, നമുക്കും ഒരു സമാധാനം കിട്ടും. സാരമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ അത് ശ്രദ്ധിക്കാം. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ നമ്മളോട് ഷെയർ ചെയ്യും കേട്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ വന്നു അമ്മേ, പക്ഷെ എനിക്കത് ശരിയായ രീതിയിൽ എല്ലാ പോയിന്റ്സും എഴുതാൻ പറ്റിയില്ല, ഞാൻ വിട്ടുപോയി എന്നുള്ള രീതിയിൽ. ഞാൻ മോണ്ടിസോറിയുടെ എക്സാം എഴുതുന്ന സമയത്ത്, ഞങ്ങൾക്ക് റിട്ടേൺ എക്സാം ആണല്ലോ, ഞങ്ങള് 3 സെന്ററിലുള്ളവരും കൂടെ ഒരുമിച്ച് തൃശ്ശൂർ ഒരു സെന്റ് തോമസ് കോളേജ് അങ്ങനെ കണ്ട് അവിടെയാണ് ഞങ്ങളുടെ എക്സാം സെന്റർ. കൊടുങ്ങല്ലൂര്, ഇരിങ്ങാലക്കുട, തൃശ്ശൂര്, ഈ 3 സെന്ററിലെ കുട്ടികൾ അവിടെ വരും. അവിടെ വരുമ്പോഴേക്കും ആദ്യമായിട്ട് കാണുവാണെങ്കിലും 6 ദിവസം പരീക്ഷയുണ്ടല്ലോ, അപ്പൊ അത് കാരണം ഞങ്ങൾ ഭയങ്കര കൂട്ടം.
ഒരു ബെഞ്ചില് 2 പേരായിരിക്കും ഇരിക്കുക. അപ്പൊ ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ കുട്ടി ഇരിക്കുന്നു. ഞങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യനാ വരാന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. കാരണം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ റിമോട്ട് കൺട്രോൾ ഒക്കെ ഞങ്ങൾക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസാ. മോണ്ടെസോറി എൻവയോൺമെന്റിന്റെ ആ ഒരു ചാപ്റ്ററിൽ ഞങ്ങൾക്ക് ഒരു മോണ്ടെസോറി ക്ലാസ് റൂം, അതായത് മോണ്ടെസോറി എൻവയോൺമെന്റിന്റെ ലേ ഔട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളതായിരുന്നു. ഇതൊക്കെ തലേന്ന് പോയിരിക്കുക. ഞാനിങ്ങനെ അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്തു. അപ്പൊ എന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കുട്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കുട്ടിയുടെ പേപ്പർ നീക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചുറ്റും നടക്കുമ്പോൾ ഞാനൊന്നും കാണുന്നില്ലല്ലോ. എക്സാം കഴിഞ്ഞപ്പോ ആ കുട്ടി എന്നോട് പറയാ, ഞാൻ എത്ര പ്രാവശ്യം പേപ്പർ നീക്കി അതിന്റെ പൊസിഷനൊക്കെ കാണിച്ചു എന്നിട്ട് എന്ന് നോക്കി എഴുതാത്തേന്ന്. ആ ഒരു സപ്പോർട്ട്, ഒരു കോപ്പറേഷൻ ശരിക്കും അവിടെ വരുന്നുണ്ട്. അപ്പൊ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. എനിക്ക് അറിയാവുന്ന പോലെ ലേ ഔട്ട് ഡിസൈൻ ചെയ്യുവാണ്. അപ്പൊ ആ കുട്ടി നോക്കിയപ്പോ എന്റെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ശരിയാകാനുണ്ടെന്ന് അതിന് തോന്നിക്കാണും, അത് പഠിച്ചത് വെച്ചിട്ടേ. അപ്പൊ ആ കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പേപ്പർ നീക്കി വെച്ചു. ഇതൊന്നും ഞാൻ കാണുന്നില്ല. അപ്പൊ അങ്ങനെയും കുട്ടികളുണ്ട്. നമ്മളും കൂടെ ഒന്ന് വളരണം, നമ്മുടെ കൂടെയുള്ളവർ വളരണം. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു തോട്ടില്ലല്ലോ, വേറൊരാളുടെ നോക്കി എഴുതണം എന്നുള്ളത് നമ്മുടെ തലയിലും ഇല്ലാത്ത ഞാനത് ശ്രദ്ധിച്ചുമില്ല. അപ്പൊ എനിക്ക് ഭയങ്കര കാലത്ത് ഞാന് പഠിപ്പിൽ വളരെ വേർപെട്ടാ. അപ്പൊ അടുത്തുള്ള കുട്ടികളോട് ഞാൻ കൊറേ ചോദിക്കും, ഒന്ന് പറഞ്ഞുതരുമോ. ഞാൻ പഠിക്കാത്ത കാര്യേ, നമ്മളിപ്പോ പഠിച്ചിട്ട് പോവാത്ത കാര്യം വരുമല്ലോ. അപ്പൊ അവരാരും പറഞ്ഞു തരത്തില്ല. അപ്പൊ ഇപ്പൊ എന്റെ കുട്ടികള് പിന്നെ മാഷാഅല്ലാ പഠിക്കും, മോശമൊന്നുമില്ല. അപ്പൊ അവരോട് പഠിക്കാത്ത കുട്ടികൾ പരീക്ഷ കഴിഞ്ഞതിന് ഇങ്ങനെ ചോദിക്കൂന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്നു, എപ്പോ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. കാരണം ഞാൻ അത്രയും സങ്കടപ്പെട്ടു, എനക്കൊരു കുട്ടിയൊന്നും പറഞ്ഞുതരാം. അങ്ങനെ അടുത്തുള്ള കുട്ടികളോട് ചോദിച്ചിട്ട് പറഞ്ഞുതരായിട്ട് അത്ര പോലും പറയാ. നമ്മളെ ഉപയോഗിക്കാതെ നോക്കണം, അത്രേ ഉള്ളൂ. നമ്മളെങ്ങ് മിസ്യൂസ് ചെയ്യരുത്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ മറന്നു പോയതായിരിക്കും. അപ്പൊ ചിലപ്പോ ഒരു പോയിന്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് അത് ഓർമ്മ വരും. അങ്ങനെയുള്ള ചെയ്യുമ്പോ അതെ സ്റ്റാർട്ടിങ് അതെന്നോട് ചില എക്സാമിന് ഇരിക്കുമ്പോൾ ചിലർ പറയും, എനിക്ക് തുടക്കം കിട്ടില്ല, അപ്പൊ ജസ്റ്റ് ഇനി ഒന്ന് കാണിച്ചു തരണേ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കാണിച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ തന്നെ അങ്ങ് എഴുതിക്കോളും. അതൊക്കെ ഒരു സപ്പോർട്ടാണ്, അല്ലാണ്ട് കാണിച്ചു കൊടുക്കുക, അവര് നോക്കി എഴുതുക എന്നുള്ളതല്ല. അതൊന്നും ഓക്കെയാണ്. പിന്നെ ഇൻവിജിലേറ്ററിനെയും കൂടെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അല്ലാതെ നമ്മളൊന്നും ചെയ്യാതെ വേറൊരാളുടെ എഫേർട്ടിനെ നമ്മൾ അങ്ങനെ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമുള്ള പരിപാടി. ഒന്നും പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോ അടുത്തുള്ള കുട്ടികൾ കാണിച്ചു തന്നാലും നമുക്ക് കേച്ച് ചെയ്യാൻ പറ്റൂല. കാരണം പഠിക്കാത്ത കുട്ടിയൊക്കെ എങ്ങനെയായാലും ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല എന്താ എഴുതുന്നേന്നൊന്നും. എന്തായാലും അതെ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണോ അതോ വേറെ നിങ്ങൾ പറഞ്ഞൊന്നും കേട്ടില്ല? റീജുവിന് നല്ല എക്സ്പീരിയൻസ് ആണ്, എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഒന്നും പഠിക്കാതെ പോയാൽ കാണിച്ചു തന്നാലും ഒന്നും എഴുതാൻ പറ്റത്തില്ല. എക്സാം ടൈം ആവുമ്പോ റീജുവിന് പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ ഇൻവിജിലേറ്ററിനോട് പറയാം. ഇല്ല മിസ്, എന്നെ തല്ലിയാൽ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞില്ലേ, അതിനടുത്ത് കൊണ്ടത് ഞാന്. ഓൺലൈൻ എക്സാം എപ്പോഴും എങ്ങനെയാന്ന് അറിയാം മിസ്, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എപ്പോഴും പഠിച്ചു വെക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളേ ഉള്ളൂ ബേക്കോട്ട്. ഓക്കെ, എന്തായാലും കൊള്ളാം. എന്തായാലും നമ്മൾ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, മറ്റേ വശം പിള്ളേര് പറയണ പോലെ കുറെ വലിച്ചു നീട്ടി പറഞ്ഞു തന്നെ പറയാം. ഓക്കെ, എനിവേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് മൺഡേ അല്ലെ? ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള PDF നിങ്ങൾക്ക് ഷെയർ ചെയ്തോ? ഞാൻ അത് ഷെയർ ചെയ്തേക്കാം. കാരണം നമ്മുടെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഒപ്പം തന്നെ ഞാൻ എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. നമ്മുടെ PDF-ൽ അതില്ല. അത് എടുക്കാൻ കാരണം നമ്മളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ, ഇപ്പൊ നാളെ സ്കൂൾ തുടങ്ങുമോ എവിടെയെങ്കിലും ജോലിക്ക് പോവുകയോ ചെയ്താലും നമുക്കത് ഹെൽപ്ഫുൾ ആണ്. നമുക്ക് നമ്മളെ തന്നെ ഹീൽ ചെയ്യാനും നമ്മുടെ ചുറ്റുമുള്ളവരെ ഹീൽ ചെയ്യാനും. നമ്മളിപ്പോ പറഞ്ഞു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരുടെ ഒക്കെ കാര്യമാണെന്ന് പറഞ്ഞു. അതെങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ആളുകൾക്ക് മനസ്സിലൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അവരെ ഹീൽ ചെയ്യാൻ പറ്റും, അത് നമ്മൾ അറിയണമല്ലോ. അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്കും കൂടെ ആഡ് ചെയ്തേക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. ഒരു PDF ആണ്. അത് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കൂ, സമയം കിട്ടുമ്പോൾ മനസ്സിലാകും. ഏതൊരു ഡിഗ്രി കോഴ്സ് സൈക്കോളജി സ്റ്റുഡൻസിന്റെ ആണെന്ന് തോന്നുന്നു, ഡിഗ്രി കോഴ്സിന്റെ അവരുടെ ഒരു ചാപ്റ്ററാണ്. നല്ലൊരു PDF ആണ്. അതൊന്ന് വായിച്ചു നോക്കൂ. വളരെ സിമ്പിൾ ആണ്, വായിച്ചാൽ മനസ്സിലാവും. ശരീരത്തിന്റെ മുറിവ് ആളുകൾ ഉണക്കാൻ വളരെ കഷ്ടപ്പെടും.
മാം നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യത്തില്ലേ, ഓരോ മാംസ് തരുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യത്തില്ലേ? അപ്പൊ അത് എന്തുവാ എക്സാമിന്റെ ലാസ്റ്റ് നമ്മുടെ വൈവയ്ക്കാ ഇത് ചെയ്യുന്നേന്ന് പറഞ്ഞേ. അപ്പൊ എല്ലാം നമ്മൾ ഈ വൈവ സമയത്ത് നമ്മൾ ഈ ആക്ടിവിറ്റി തന്ന എല്ലാം നമ്മുടെ കൂടെ എടുത്തു വെക്കണോ? ഓൺലൈൻ ആയിട്ടാണ് വൈവ എങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഇപ്പൊ എന്റെ ബാക്കിൽ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലത്താണെങ്കിൽ ഫ്ലോറിലാണെങ്കിൽ നമ്മൾ അതെല്ലാം ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ വൈവ ചെയ്യുന്ന ടീച്ചർക്ക് എളുപ്പമുണ്ട്. കാരണം നമുക്ക് ആകെ 10 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റ് കൊണ്ട് അതെല്ലാം ഒന്ന് ടീച്ചറെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ഇനി പ്രാക്ടിക്കൽ സെഷന് നേരിട്ട് വരുമ്പോ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞവർക്ക് വൈവ ചെയ്യാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ മെറ്റീരിയൽസ് എല്ലാം എടുത്തു വെച്ചിട്ട് നിങ്ങളും കൂടെ നിന്ന് ആരെയും കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഒരു സെൽഫി പിക്ക്. ആരും എടുക്കാനില്ലെങ്കിൽ ഒരു സെൽഫി പിക്കോ സെൽഫി ഷോർട്ട് വീഡിയോ എടുക്കുക. ഓരോന്നിന്റെ സെപ്പറേറ്റ് വീഡിയോ എടുക്കരുത്. കാരണം എനിക്ക് ആരോ ഒരാൾ ഏതോ ബാച്ചിലറിന് അയച്ചു തന്നു. ഞാൻ ടോട്ടൽ സൈസ് നോക്കിയപ്പോൾ 250 MB. അത്രയും ഫോണിൽ ഞാൻ ഓപ്പൺ ചെയ്ത് എന്റെ ഫോണിൽ സ്പേസ് ഇല്ലാണ്ടാവും. നമ്മളൊരു ഷോർട്ട് വീഡിയോ നമ്മളും കൂടെ നിന്നൊരു സെൽഫി ഷോർട്ട് വീഡിയോ 1 മിനിറ്റ് മാക്സിമം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പിക്ക് മതി. അതെല്ലാം നിരത്തി അതും നമ്മളെയും കൂടെ കാണുന്ന രീതിയിൽ ഒരു പിക്ക് എടുത്താലും മതി. ഓൺലൈനിൽ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വെക്കുക. നേരത്തെ തന്നെ എല്ലാം ഒന്ന് എടുത്തു വെച്ചാൽ മതി. ഹാങ് ചെയ്യാൻ പറ്റുന്ന ഹാങ് ചെയ്ത് വെക്കുക. ബെഡ് ആണെങ്കിൽ ബെഡിൽ വെക്കുക, നിലത്താണെങ്കിൽ നിലത്ത് വെക്കുക, ടേബിൾ ആണെങ്കിൽ ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, എന്താണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം? സൈൻ ഔട്ട് ഉണ്ടോ? ഇന്ന് ക്ലാസ് എടുത്ത ജിഷ മിസ്സിന് ഒരുപാട് താങ്ക് യു. ഗോഡ് ബ്ലസ് യു മിസ്. മൈ ഫ്രണ്ട്സ്, ഗോഡ് ബ്ലസ് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു, മിസ്. താങ്ക് യു മാം.